അപ്പോൾ നമ്മൾ കാത്തിരുന്ന Q&A വ്ളോഗാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നശ്വനെയൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് കണ്ട് അതായത് ഓളും കൂടി ഉണ്ടായിക്കോട്ടെ ഇത് മറ്റേ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഇതില്ലല്ലോ. അതായത് കുറേ ചോദ്യങ്ങൾ ഓക്കും കൂടി ഉത്തരം പറയാനുള്ള ചോദ്യങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ അതിന് കുറച്ച് ചോദ്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം അതൊക്കെ കൂടെ പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ പറയാനുണ്ടാവും. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ Q&A ചെയ്യാത്ത കുറേ ആൾക്കാർ ചോദിച്ചിനി. അപ്പോൾ ഒന്നാമത് എന്താ വെച്ചാൽ ആ Q&Aൻ്റെ ചോദ്യം ചോദിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ ഓരോ വൈക്കോട് പോയി അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അതിൻ്റെ ചോദ്യങ്ങളൊന്നും നിങ്ങൾക്ക് കറക്റ്റ് മറുപടി ഇതൊന്നും തരാൻ പറ്റിയില്ല ഇനി. അപ്പോൾ നമ്മളിതാ Q&Aയിൽ ഓരോ നീട്ടി വലിച്ച് പോകണില്ല, ഓരോ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ചെറിയ ചെറിയ ഉത്തരങ്ങളൊക്കെ തന്നിട്ട് നമ്മളിത് എൻ്റെ ചെയ്യും. അപ്പോൾ ഇത് ആദ്യത്തെ ചോദ്യം എഴുതിയ ആൾക്കാരെ പേര് വയ്ക്കണോ ആണല്ലോ. ഓക്കെ, അതെന്താ വെച്ചാൽ വേറെ അതായത് ഒരു തന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരാളുടെ ആണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇടങ്ങാറാവും. അപ്പോൾ മൊത്തത്തിലുള്ളൊരു ഇതാണ് നമ്മൾ തരുന്നത് കേട്ടോ. ആദ്യത്തെ ചോദ്യം, നശ്വത്താൻ്റെ 2 ഗുഡ് ക്വാളിറ്റീസും ബാഡ് ക്വാളിറ്റിയാണ് ഇപ്പം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ പറയണ്ടേ, ഓളോട് തന്നെ ചോദിച്ചു പറയട്ടെ. മറ്റേത് നിങ്ങൾ വീഡിയോ കണ്ടുപോകും, ബാക്കി ആര് കാണേണ്ടി വരും, ഞാൻ കാണേണ്ടി വരും. പറഞ്ഞോ, എന്താ പറയണ്ടേ? എനിക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ഉണ്ട്, ഉറപ്പല്ലേ? ഉണ്ട്. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം നിശ്ചയം തന്നിക്കാണ്. എങ്ങനെ വ്യക്തി സ്വാതന്ത്ര്യം ഇപ്പോൾ കലാപരമായിട്ട് എങ്ങനെയാണ് വ്യക്തമാക്കാം? ഒരു പാട്ട് രൂപത്തിൽ പറയണം. പറഞ്ഞോടാ. ഞാനല്ല പറയുന്നത്, അല്ല അങ്ങനെ വേണ്ട, ഞാനല്ലാതെ തന്നെ പറഞ്ഞോട്ടെ. അപ്പോൾ 2 ഗുഡ് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒന്നെന്താ വെച്ചാൽ ഒന്ന് പിന്നെ എന്തുണ്ടെങ്കിലും എന്നോട് വന്ന് പറയും. അതാണില്ല ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു ഗുഡ് ക്വാളിറ്റി അതാണ്. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോയി എന്ന് വിചാരിച്ചോളി, രാവിലെ പോയി ഒരു വൈകുന്നേരം രാവിലെ 10 മണിക്ക് പോയി വൈകുന്നേരം ഒരു 3 മണിക്കോ 4 മണിക്കൊക്കെ തിരിച്ചു വന്ന് വിചാരിച്ചോളി. ആ 10 മണിൻ്റെയും ആ 3 മണിൻ്റെ ഇടയിൽ സംഭവിച്ച ഓരോ കാര്യം വള്ളി പുള്ളി വിടാതെ എന്ത് ചെയ്യും പറയും. അത് നമ്മളെന്ത് ചെയ്യേണ്ടി വരും, കേൾക്കേണ്ടി വരും. അതാണ് ഞാൻ കണ്ട സംഭവം. ഗുഡ് ക്വാളിറ്റിയൊക്കെയാണ്, പക്ഷേ നമ്മളിപ്പോൾ സമയം ഇല്ലെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും, അത് കേട്ട് കൊടുക്കണം. അങ്ങനെ ഒരു ഇതുണ്ട്. അത് ഞാൻ മാത്രം കേട്ടാൽ പോരാ, വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അതേമാതിരി ഇമ്മനോട് ഒന്ന് പറയും, ഇമ്മനോട് ഫുള്ള് പറയും. ആരൊക്കെ ഉണ്ടോ ഓലോടൊക്കെ അത് പറയും. ഇത് വീണ്ടും വീണ്ടും പറയണമെങ്കിൽ ഓക്കും അടുപ്പൊന്നുമില്ല, നമ്മളിത് കേൾക്കാനൊരു മനസ്സ് നമുക്ക് ഉണ്ടായാൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ നല്ലതാണ്, നല്ല സംഭവമാണ്. പക്ഷേ നമ്മൾക്ക് നേരമില്ലാതെ ഇപ്പോൾ അർജൻറ്റിൽ എങ്ങോട്ടേലും പോകാൻ നിൽക്കുകയാണ് വിചാരിച്ചോളി, അപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത് കേട്ട് കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചെറിയൊരു സംഭവം. അപ്പോൾ നല്ലൊരു ഗുഡ് ക്വാളിറ്റി ആണത്. സംഭവമൊക്കെ നല്ലതാണ്, പക്ഷേ നമുക്ക് നേരമില്ലാത്ത സമയത്തൊക്കെ എന്ത് ചെയ്യുക, നമ്മളൊന്ന് പരിഗണിച്ച് തരിക. പറ്റില്ല? ഓക്കെ, കേട്ടു, അത് നമുക്ക് സന്തോഷമുള്ളൂ, നമ്മൾ കേട്ട് കൊടുക്കും. അത് നല്ലൊരു ഗുഡ് ക്വാളിറ്റിയാണ്. ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. എന്താണ്? ഇന്നലെ ഞാന് ഇടയ്ക്കിടക്ക് ഇപ്പൊ പറയല്ലേ, നമുക്ക് വേണ്ടി പറയാം. ഒരു കാര്യം പറയട്ടെ, അതില് ഞാൻ കുറച്ച് സ്പീഡില് കുറച്ച് നേരത്തെ എത്താന്നുള്ള രീതിയിൽ പോയിട്ടാ. അതിലുണ്ട് ഒരു ചെറിയ കുട്ടി പറഞ്ഞാല് നമ്മളെ ഐശ്വന്റെ ഒക്കെ വലിപ്പം ഉണ്ടാവും കേട്ടാ. ഒരു വലിയൊരു കല്ലെടുത്ത് ഇങ്ങനെ എറിയാനുള്ള പൊസിഷനിൽ ആ കുട്ടിന്റെ പരിപാടി എന്താ പറയുക, സ്കൂൾ ബാഗ് ഇട്ടിക്കണം, അംഗൻവാടിക്ക് പോകണം. അപ്പൊ റോഡിൽ കൂടെ പോണ ആൾക്കാരെ കല്ലെടുത്തെറിയാ. ഞാൻ ജസ്റ്റ് മിസ്സിന് കഴിച്ചിട്ടില്ല. അതുകൊണ്ടല്ലോ ഞാൻ അതിനെ കൈക്കൊക്കെ ഇപ്പൊ നമ്മളെ മൈക്കിന്റെ പെട്ടില്ലേ അതിന്റെ എത്ര പോകുന്നൊരു കല്ല്. അപ്പോൾ ഇന്നലെ എന്തോ പറയാൻ വിട്ടുപോയതാണ്, തിരക്കിൻ്റെ അടി കൂടെ മറന്നുപോയൊരു സംഭവത്തിൻ്റെ അടി കൂടെ കിട്ടിയ സമയം കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ആള്. അപ്പോൾ അതാണ് ഞാൻ കണ്ടൊരു നല്ല ഗുഡ് ക്വാളിറ്റി. സംഭവം നല്ല കേട്ടോ. അതായത് നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പം അതായത് ഓളെ കറക്റ്റ് നമുക്ക് എല്ലാ A to Z ഫുള്ള് പറഞ്ഞു തരികയാണ്. പിന്നെ നമുക്ക് ഓളോടൊന്നും അങ്ങോട്ട് ചോദിക്കാനൊന്നും ഉണ്ടാവില്ല, ഇങ്ങോട്ട് തന്നെ പറയുന്നതുകൊണ്ട് നമ്മളിങ്ങനെ കേട്ടെടുത്താൽ മതി. പിന്നെ ഇല്ലൊരു ഗുഡ് ക്വാളിറ്റി എന്താ വെച്ചാൽ നല്ല സ്നേഹമാണ് എന്നുള്ളൊരു ക്വാളിറ്റിയാണ്. ഇല്ല നമ്മളില്ല അവർ പറയും, അതിൽ ഇതൊന്നുമില്ല, നല്ല സ്നേഹമാണ്. അതായത് ഓവർ സ്നേഹമാണ്. പിന്നെ അത് നല്ലൊരു ഗുഡ് ക്വാളിറ്റിയാണ്. പിന്നെ ബാഡ് ക്വാളിറ്റിയും ചോദിച്ചിരിക്കുന്നത്. ബാഡ് ക്വാളിറ്റി എന്താ വെച്ചാൽ ഞാൻ ഓളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതായത് അത് ബാഡ് ക്വാളിറ്റി ആയിട്ട് പറയല്ല, ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് അത്. അതായത് ഇപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ഒരു ഷോപ്പിക്ക് ഡ്രസ്സ് എടുക്കാൻ കയറുകയാണ്. അപ്പം ഞാൻ എന്ത് പറയലുണ്ട്, അവിടെ ഓവർ സമയം എന്ത് ചെയ്യരുത്, കളയരുത് ഞാൻ പറയലുണ്ട്, വലിച്ചിടിപ്പിക്കരുത്, അത് ഞാൻ പറയലുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു കടയിൽ നിൽക്കുന്ന ഒരാൾ, ഇപ്പം നമ്മളും ഇപ്പോൾ ഈ ഏജിൻ്റെ അടിയിൽ പല കടകളിലും നിന്നിക്കണേ. ഇപ്പോൾ നമ്മളെ ഫാമിലിയിലുള്ള കടകളിൽ തന്നെ നമ്മൾ നിന്ന് കണ്ടൊക്കെ വന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു കടയിൽ പോകുമ്പോൾ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് അത് കൂടുതൽ ആളുകളും ഇന്നതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ആളുകളും ഉണ്ട് കേട്ടോ. കൂടുതൽ ആളുകളും പ്രത്യേകിച്ച് ലേഡീസ്
എന്താ ചെയ്യുക വെച്ചാൽ ഇപ്പോൾ ഒരു സാധനം ഇഷ്ടപ്പെട്ടാലും എന്ത് ചെയ്യും അതാണ് മാറ്റി വെച്ചിട്ട് വേറെ കുറേ അവിടെ ലൊക്കെ വലിച്ചിടിപ്പിച്ചു. ആ കടയിൽ നിൽക്കുന്ന സ്റ്റാഫ് ചിലപ്പോൾ ആകെ പിടുത്തം വിട്ട് കേൾക്കാറ്, ചിലപ്പോൾ കട അടക്കാൻ നേരത്തെ കേൾക്കാറ് ഇങ്ങനെയൊക്കെ വന്നു കണ്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ആ ഇതാ തന്നെ. അപ്പോൾ ചില ആൾക്കാർ വിചാരിച്ചു നമ്മൾ പൈസ കൊടുക്കണമല്ലേ നമുക്ക് നോക്കാനുള്ള അവകാശമല്ല, എല്ലാം ശരിയാണ്. പക്ഷേ ഇതിലെന്താ വെച്ചാൽ ഒരു മനുഷ്യപ്പറ്റി പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ കുറച്ചൊക്കെ ഒരു കണ്ടറിയുക, കുറച്ചൊക്കെ നോക്കണം. നിങ്ങൾ നേരെ വന്നുകൊണ്ട് നേരെ എടുത്ത് പോകണം എന്നല്ല കേട്ടോ പറയണത്. അതായത് വലിച്ചിടിപ്പിക്കണമെങ്കിലൊക്കെ ഒരു ലിമിറ്റില്ലേ, അതായത് ഒരു റാക്കൊക്കെ ഒരു ഭാഗമൊക്കെ മൊത്തം വലിച്ചിടിപ്പിച്ചിട്ട് ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ കൂട്ടത്തിൽ പെടരുത് എന്ന് എന്തെങ്കിലുണ്ട് ഞാൻ എപ്പോഴും പറയലുണ്ട്. എന്താ വെച്ചാൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയും കൂടി നമ്മളൊന്ന് പരിഗണിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ചെയ്യണത്. സംഭവം ശരിയാണ്, നമ്മൾ പൈസ കൊടുക്കണതാണ്, നമ്മൾ നോക്കി ഇഷ്ടപ്പെട്ട് സെലക്ട് ഒക്കെ ചെയ്തിട്ടൊക്കെ എടുത്താൽ മതി. പക്ഷേ നിങ്ങൾ ആലോചിക്ക്, ചിലപ്പോൾ ഒരു സാധനത്തിനും വേണ്ടി ആ ഒരു റാക്ക് മൊത്തം വലിച്ചിടിപ്പിച്ച് മണിക്കൂർ കണക്കിന് നമ്മളെ സമയം പോവും, ആ വലിച്ചിടുന്ന ആളെ സമയമൊക്കെ പോയിട്ട് നമ്മൾ ആ കടയിൽ നിന്ന് വേണ്ടെന്ന് പറഞ്ഞ് പോരുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ ഓൽക്കും നല്ലവില്ല, നമുക്കും നല്ലവില്ല. അപ്പോൾ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല, നമുക്ക് പറ്റണ ഇവിടെ ഉണ്ടോ ഒക്കെ ഒരു ഏകദേശം നമുക്ക് ഒന്നിരണ്ടൊക്കെ നോക്കുമ്പോൾ തന്നെ കിട്ടും. ഇല്ലെങ്കിൽ അപ്പം തന്നെ അന്ന് നമ്മൾ വരട്ടോ നമുക്ക് പറഞ്ഞിട്ട് അപ്പം തന്നെ പോരുക അല്ലേ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് പറ്റണമെങ്കിൽ ഇഷ്ടപ്പെട്ടാണ്ട് ഇതാക്കാം. അപ്പോൾ അതിൽ എൻ്റെ ഒരു പോളിസി ഡ്രസ്സ് എടുക്കണം എന്താ വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോയാലൊരു മാക്സിമം ആയ 10-15 മിനിറ്റ് അത്ര എനിക്ക് വരുള്ളൂ. അതായത് ചിലപ്പോൾ നേരിട്ട് ചെല്ലുമ്പോൾ തന്നെ ഏതെങ്കിലും കണ്ടു പറ്റിയാൽ അത് എടുത്തോട് പോരും, പിന്നെ വേറെ തിരയിലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളോട് പറയലുണ്ട്, പരമാവധി ഇങ്ങനെ ഒരു കാര്യം അല്ലേ ശ്രദ്ധിക്കുക എന്ന് പറയലുണ്ട്. അതൊരു ബാഡ് ക്വാളിറ്റി ആയിട്ട് പറഞ്ഞതല്ല, പക്ഷെ ബാഡ് ക്വാളിറ്റി പറയാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇത് വേറെ എന്ത് ചെയ്തില്ല, അങ്ങനെ ഒരു വേറൊരു അത് ബാഡ് ക്വാളിറ്റി അല്ല, അതേപോലെ ഒരു വേറെ സംഭവം അത്. അതായത് ഇന്നെപ്പോഴും ചീത്ത അറിയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, റൂമിൽ എൻ്റെ ഡ്രസ്സും അതും ഇതൊക്കെ വലിച്ചിരുന്നതൊക്കെ അത് ഓളെ ഗുഡ് ക്വാളിറ്റിയാണ് കേട്ടോ, അത് അങ്ങനെയുണ്ട് ഇതിൽ. അപ്പോൾ എന്താ വെച്ചാൽ ഇന്നോട് എന്താക്കും, അതങ്ങനെ ഇടരുത് ഇതിടരുത് ഇങ്ങനെ പുട്ടിന് തേങ്ങട്ട ഇങ്ങനെ പറയും. എനിക്കാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഇട്ട് ശീലമായി ചെയ്തിക്കണേ റൂമിൽ കൂടെയൊക്കെ. അപ്പോൾ അതിങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് പറയണ്ട. അപ്പം ഇന്നോട് പറഞ്ഞാണ്ട് ഞാനത് ചെയ്തു എന്നുള്ളൊരു സാധനം എനിക്കും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത പോലെ ആക്കിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളോട് എന്ത് ചെയ്യലുണ്ട്, ചെയ്യലില്ല വേറെ കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ ഒരു ഇതിലിങ്ങനെ പോലുണ്ട്. അല്ലാതെ വേറൊരു ബാഡ് ക്വാളിറ്റി വേറെ പത്താ വേറെ എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിൽ പോവാം. വേറെ ഇല്ലേ കിട്ടുന്നില്ലേ, നമുക്ക് കിട്ടുമ്പോൾ അപ്പോൾ വരാം. എന്തേനു ഇതാ ഏജ് ഡിഫറൻസ് ചോദിക്കണ്ടേ, നമ്മൾ തമ്മിൽ എത്ര വയസ്സിൻ്റെ ഏജ് ഡിഫറൻസ് ഉണ്ട്? 5 വയസ്സിൻ്റെ ഏജ് ഡിഫറൻസ് ഉണ്ട്. അതായത് എനിക്കിപ്പോൾ 28 ഓക്കിപ്പോൾ 23 വയസ്സുമാണ് ഉള്ളത്. അതാണ് മോളെ, എനിക്കിപ്പോൾ 23 റണ്ണിങ് ആണ്, എനിക്ക് 24 സ്റ്റാർട്ട് ആവാനായി, മനസ്സിലായോ? അപ്പം ഇങ്ങനെ പറയണ്ടത് ഇന്നാളെ ഒരിട്ടം പറഞ്ഞാണ് നമ്മൾ. പിന്നെ നശ്വത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഇജെന്താ പഠിച്ചീന്ന് പറഞ്ഞെടുത്താ? ഞാൻ +2 കഴിഞ്ഞിട്ട് മെഡിക്കൽ ഫീൽഡിൽ പോയിട്ടുണ്ട്. ഏതെങ്കിലും കോഴ്സ്? റെസ്പിറേറ്ററി തെറാപ്പിയാണ് നമ്മൾ പഠിച്ചത് കേട്ടോ, RT. 4 വർഷം ഡ്യൂറേഷൻ ഉണ്ട്. 4 വർഷം ഡ്യൂറേഷൻ ഇനി. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഇൻറ്റേൺഷിപ്പ് ഇൻറ്റേൺഷിപ്പൊക്കെ കഴിഞ്ഞാണ്ട് അല്ലേ, അത് കംപ്ലീറ്റ് ചെയ്താണ്ട് നിൽക്കുകയാണ് യേശുവ. വെഡിങ് റിസപ്ഷൻ എഡ്യൂക്കേഷൻ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, ഇൻഷാല്ലാ എന്തെങ്കിലുമൊക്കെ പോകാൻ താല്പര്യമുണ്ട്. വെഡിങ് റിസപ്ഷൻ ഇനി ഉണ്ടാകുമോ? ഉണ്ടാവില്ലേ? ഇൻഷാല്ലാ അല്ലേ, എല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ് വെഡിങ് റിസപ്ഷൻ ഇനി ഉണ്ടാവുമോ. പിന്നെ വേറൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് വ്ളോഗ് ഇടുന്നില്ല? വ്ളോഗ് ഇടാത്തെന്താ വെച്ചാൽ, സത്യം പറഞ്ഞാൽ രണ്ടാക്കും നല്ല മടിയാണ് വ്ളോഗ് എടുക്കാനേ. സത്യം പറഞ്ഞതില്ല, ഒരു ഇതില്ല, ഉണ്ടാവില്ല അല്ലേ. പിന്നെ എപ്പോഴേലൊക്കെ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ അപ്പോഴൊക്കെ എടുക്കും. ആ വ്ളോഗുകളാണ് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണത്, കാണുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് വ്ളോഗ് എന്ത് ചെയ്യാത്തത്, വരാത്തത്. പിന്നെ ഓരോ വൈക്ക് ഇങ്ങനെ അതിൽ ഇതിന് പോണതും ഒക്കെ ഒരു കാരണമാണ്. പിന്നെന്താണ്, ചിരിയുടെ പിന്നിൽ ഉള്ള രഹസ്യം. പൊന്നാര സുഹൃത്തുക്കളെ, ചിരിൻ്റെ പിന്നിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു രഹസ്യമൊന്നുമില്ല. ഞാനെന്താ വെച്ചാൽ എന്താണ് അതിന് ഇവിടെ ചെറുതായിട്ടും തെറ്റിക്കണ്. അപ്പോൾ നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് പോവാം. ചിരിയുടെ പിന്നിലുള്ള രഹസ്യം, ചിരിൻ്റെ പിന്നിൽ പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ചിരിക്കുന്ന ആളാണ്. ഇന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാം, എൻ്റെ കൂടെ പഠിച്ച ആളുകൾക്ക് അറിയാം. ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ വന്ന് ഇപ്പോൾ ഞാനൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നത് എനിക്കൊന്ന് 2018-19 ഇപ്പോൾ ഞാൻ അത് ഉപയോഗിക്കണത്. അതിന് ശേഷമാണല്ലോ ഇപ്പോൾ ഇതിൽ കൂടെ ഇന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിരിക്കണ കാണാതെ. പക്ഷേ അതിൻ്റെ മുമ്പ് ഞാൻ പഠിച്ച അല്ലെങ്കിൽ ഇന്ന അടുത്ത് അറിയുന്ന ആളുകൾക്ക് അറിയാം ഞാൻ ഇങ്ങനെയാണ് ചിരിക്കൽ. അപ്പോൾ ചെറുപ്പം മുതൽ എങ്ങനെയാണ്, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അതിന് ഷെയ്മ് ഇപ്പോൾ സൗദിയിലാണ്. ഇപ്പോഴും നല്ല ബന്ധമാണ് കേട്ടോ, 1.5 പറഞ്ഞൊരു മെസ്സേജ് വെക്കും, നല്ല കോൺടാക്റ്റാണ് ഞങ്ങൾ. അപ്പോൾ ഷെയ്മ് എന്താ കാട്ടിയെന്ന് വെച്ചാൽ, ഞങ്ങൾ +1 പഠിക്കണ സമയത്ത് എൻ്റെ ചിരി എന്ത് ചെയ്യും റെക്കോർഡ് ചെയ്തുകൊണ്ട് ഓൻ്റെ ഫോണിൻ്റെ റിംഗ് ടോണൊക്കെ ആക്കി വെച്ചിനി.
അപ്പോൾ ഷെയ്മിനെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അപ്പോൾ അത്ര ഉള്ള അതിൽ വേറെ പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. എനിക്കെന്താ വെച്ചാൽ പിന്നെ അതേമാതിരി ചിരിക്കണത് പൊട്ടിച്ചിരിക്കണം എനിക്ക്, എന്നാലേ ആ ചിരിയാണ് തീരുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ട് വെക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ചിരി വന്നാൽ ഞാൻ മനസ്സറിഞ്ഞ് തുറന്നടിച്ചിരിക്കും. അതിനിപ്പോൾ എവിടെയാണെങ്കിലും അതാണ് ചിരിൻ്റെ ഒരു കാര്യം. നിങ്ങളുടെ കല്യാണ റിസപ്ഷൻ ഏത് കൊല്ലത്തിലുള്ള ജൂണിലാണ്? അതൊരു ചോദ്യമായിട്ട് നമ്മൾ നിങ്ങളെ കുറ്റം പറയണില്ല. ജൂണിലൊക്കെ പറയുന്നത് എല്ലാ വർഷവും ജൂണുണ്ടല്ലോ, അതേപോലെ ഏത് വർഷത്തിലെ ജൂണിലാണ്. അപ്പോൾ ഈ ജൂണിൽ നമ്മൾ കരുതി നടന്നില്ല, അപ്പം ഇനി എന്നാ നമ്മൾ പറയണില്ല. മറ്റേ നിങ്ങൾ അപ്പോൾ പിന്നെയും ചോദിച്ചു ഇനി ഏത് ആ മാസത്തിലാണ് ചോദിക്കും. അപ്പോൾ നമ്മൾ അതിനുള്ള അവസരം ഉണ്ടാക്കണില്ല. അത് അധികം വൈകാതെ ഇൻഷാ അല്ലാഹ് ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സ്കൂൾ മാഷ് എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? സ്കൂൾ മാഷ് എന്ന നിലയ്ക്ക് ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യണൊരു ജോലിയാണ്. പിന്നെ അതായത് നമ്മളെ മുന്നിൽ വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം മക്കളെ പോലെയാണ് നമ്മൾ കാണൽ. പിന്നെ അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കണ ഒരു ഇതാണ്, ഇപ്പം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണോ ക്ലാസ് റൂമിൽ നിൽക്കുക എന്നുള്ളത്? അതല്ല. എൻ്റെ ക്ലാസ്സിൽ പഠിക്കണ അല്ലെങ്കിൽ ഇന്നെ അറിയണ ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്കൊക്കെ അറിയാം, ക്ലാസ്സിൻ്റെ ഉള്ളിൽ, അതായത് ആ ഒരു ക്ലാസ്സിൻ്റെ ടൈമിൽ ആ ഒരു ക്ലാസ്സിൻ്റെ ഒരു പടി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെയല്ല. അവിടെ പിന്നെ ക്ലാസ്സാണ് നമുക്ക്. അത് ബെല്ലടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഓൽക്ക് നമ്മളോട് എങ്ങനെയും ഇതാവാ. അതായത് ഞാൻ ഓരോരു ഫ്രണ്ടാണ്, മനസ്സിലായോ? അപ്പോൾ അത് ഞാൻ കുട്ടികളോടും പറയലുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞങ്ങൾ എന്ത് ചെയ്യൽ ക്ലാസ് നമ്മളതൊക്കെ പോലെ കേട്ടോ. അടുത്ത വിദേശയാത്ര എങ്ങോട്ടെന്ന് ചോദിച്ചത്, അപ്പോൾ അടുത്ത ആഴ്ച ഞാൻ മിക്കവാറും ഇൻഷാ അല്ലാഹ് ഒന്ന് ദുബായ് പോകണമെന്ന് വിചാരിക്കേണ്ട ഒരു ആവശ്യത്തിന് പോകട്ടെ. ഒരു 2-3 ദിവസം കൊണ്ട് നാട്ടിൽ തന്നെ തിരിച്ചെത്തും ചെയ്യും. പിന്നെ ട്രിപ്പായിട്ട് പോകാൻ അങ്ങനെ നിലവിൽ ഇപ്പം അങ്ങനെ അങ്ങോട്ട് പ്ലാൻ ആക്കിയില്ല. ബാലി നമ്മൾ പ്ലാൻ ചെയ്തിനി അല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ അതിൽ ടിക്കറ്റ് റേറ്റ് ഭയങ്കര ഹൈ ആയി. അപ്പോൾ എന്താ വെച്ചാൽ കുറേ ആളുകൾ ഒരു 10-3 സഫാൻക്ക് അന്ന് എൻക്വയറി വന്നിട്ട് റിപ്ലൈ എടുക്കാൻ കുടുങ്ങി കയറാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടീനല്ലോ, ഇൻസ്റ്റാഗ്രാമിലുള്ള ആളുകൾക്ക് അറിയാം. അപ്പോൾ അതിൽ എൻക്വയറി വന്നിട്ട് കുടുങ്ങി, അത്രയും എൻക്വയറി വന്നീന് പറഞ്ഞു. അതിലാണ് ഈ ടിക്കറ്റ് റേറ്റ് അടിച്ച് കയറി. അപ്പോൾ സഫാൻക്ക് കാരണം നമുക്ക് ഇനി വേറെ ഒരു ടിക്കറ്റ് റേറ്റ് ഇത്രയൊന്നും കൊടുത്ത് പോകണേ അതിൻ്റെ ആവശ്യമില്ല. പോരുന്ന ആളുകൾക്കും അത്രയും പൈസ കൊടുത്ത് ബാലി കാണേണ്ട ആവശ്യമില്ല. ടിക്കറ്റ് റേറ്റ് കുറയുന്ന സമയം വരും, ആ സമയത്ത് പോകാറുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ആ ട്രിപ്പ് മാറ്റി വെച്ച്. പിന്നെ നശ്വനെ കുറിച്ച് 2 വാക്ക്. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു ഇത് സംസാരിച്ച് വിട്ടതാണ്. അസ്റുവിൻ്റെ ഒപ്പം നിങ്ങൾ കൂടിയ വേറെ വൈബാണ്. ഇനി എന്നാൽ ഒരുമിച്ച് കാണാൻ കഴിയും. അധികം വൈകാത്തന്നെ സുഹൃത്തുക്കളെ, ഇൻഷാ അല്ലാഹ് ഒരു 1-2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഒരുമിച്ച് കാണും. അതാണ് നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ എന്തായി, അവിടെ പുതിയ പണികൾ നടന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്കന്മാരെല്ലാവരും ഒന്ന് ഒരുമിച്ച് കിട്ടിയാൽ നമ്മളെല്ലാവരും ഒന്ന് നമ്മുടെ റിസോർട്ടിൽ വരും. ഇപ്പോൾ റിസോർട്ടിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വരും. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അന്ന് അനുവിൻ്റെ വ്ളോഗിൽ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അന്ന് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പണികളൊക്കെ കഴിഞ്ഞ് ഒന്ന് കുഴപ്പമില്ലാത്ത ഒരു ലെവലൊക്കെ ആക്കിക്കണേ. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഇല്ലൊരു ദിവസം അത് നമ്മൾ കാണിച്ചു തരും. പിന്നെന്താണ്, അടുത്ത മാസം 1-ാം തീയതി നടക്കുന്ന ഓണം പ്രോഗ്രാമിന് അത് അന്ന് അയച്ച ക്വസ്റ്റ്യനാണ്. ഓണം പ്രോഗ്രാമിന് ഞാൻ അവിടെ ഇല്ലെങ്കിൽ അത് ദുബൈയിൽ കേട്ടോ. അനുവിൻ്റെ കൂടെ പരിപാടിക്ക് വിദേശത്തേക്ക് ഒരിക്കൽ എങ്കിലും ബാസിൽക്ക് പോകണം. സുഹൃത്തുക്കളെ, ആ ചോദ്യത്തിൽ നമുക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ, ഇപ്പം നിങ്ങൾ അനു പരിപാടിക്ക് പോകുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അനുവിൻ്റെ കൂടെ അതായത് അനു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ഔട്ട് നിങ്ങൾ കാണലുണ്ട് ഇല്ലേ? എല്ലാവരും കാണലുണ്ടാവും. അതായത് പരിപാടിൻ്റെ അടിപൊളി വീഡിയോസും അല്ലെങ്കിൽ വ്ളോഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റീൽസ് ആയിക്കോട്ടെ, കിഡിലെ വിഷ്വൽസും പരിപാടിയൊക്കെ നിങ്ങൾ കാണലുണ്ട്. അത് എന്തുകൊണ്ടാണ് കിട്ടണറിയോ? അനുവിൻ്റെ കൂടെ അതിന് പറ്റിയ ആൾക്കാർ പോകണോണ്ടാണ്. അതായത് നിഹാലാവട്ടെ, ജിമ്മി ആവട്ടെ, നമ്മൾ കൂട്ടത്തിൽ ആരാവട്ടെ, ചെക്കന്മാർ അനുവിൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞാൽ അതായത് ആ പർപ്പസ് വളരെ വൃത്തിയായിട്ട് ചെയ്യുന്ന ആളുകൾ, അതായത് അത്രയും ബ്രില്യൻ്റ് ആയിട്ട് പോകണ നമ്മളെ സ്വന്തം ചെക്കന്മാർ തന്നെയാണ് കൂടെ പോണത്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ദുബായിക്ക് പരിപാടിക്ക് പോകണേ, ആ പരിപാടിക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള ആൾക്കാർ മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ. മറ്റേ ഇപ്പം ഞാനവിടെ പോയി എഴുതി പ്രത്യേകിച്ച് ഒരു ഇതും ഇങ്ങൾക്കും കിട്ടൂല, ആ പോണവർക്കും കിട്ടണില്ല. മനസ്സിലായോ? അതായത് നമ്മളെ ഒരു ഉപകാരം അവിടെ നടക്കണില്ല നമ്മൾ പോയി എന്ന് വിചാരിച്ച്. നേരെ മറിച്ച് ഇതിൽ എക്സ്പേർട്ടായില്ല നമ്മളെ ചെക്കന്മാർ പോകുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നല്ല വിഷ്വൽസും നല്ല വീഡിയോസും എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട്. പിന്നെ ഞാനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതേമാതിരി ജിമ്മിയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, പിന്നെ ഷാനു മാനേജ് ചെയ്യണ നിങ്ങൾ കണ്ടിക്കണേ. അതായത് ഈ അതുമായി ബന്ധപ്പെട്ട് അവിടെ ആരാണോ ആവശ്യം അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടെ പോകേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു ഇതും ഇല്ലാത്ത നമ്മൾ പോയിട്ട് അവിടെ എന്താ കാര്യമില്ല, ഒരു കാര്യമില്ല. അപ്പോൾ അതാണ് ഇങ്ങനെ ഈ പുറത്ത് പരിപാടിക്കൊക്കെ പോണ സമയത്ത് നമുക്ക് എല്ലാവരും ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്, ഇതുകൊണ്ടാണെന്നുള്ള നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കുക. അവിടെ നമുക്ക് ആവശ്യം എന്താ വെച്ചാൽ പർപ്പസ് നടക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് ഉപകാരപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ്, ഒരു കൂടെ പോവുക. അതാണ് അവിടെ ചെയ്യേണ്ട ഒരു കാര്യം അല്ലേ? അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ പറയും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാത്തത്, എല്ലാ പരിപാടിക്കും അനുവിൻ്റെ കൂടെ എന്ത് ചെയ്യാത്തത്, കാണാത്തതും ഇതാക്കാൻ പറ്റാത്തതൊക്കെ. ഓക്കെ,
എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ അബൌട്ട് നിഹാൽക്കാനെ കുറിച്ച് മാത്രമല്ല എനിക്കെന്താ വെച്ചാൽ നമ്മളാ ടീമുണ്ടല്ലോ ഓലെല്ലാവരും എൻ്റെ ഇവിടെയാണ് ഇവിടെ ഉണ്ട് ഇതാ ഇവിടെ തന്നെ ഉണ്ട് ഈ തലക്കിലൂടെ വെച്ചാ. അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെ ആൾക്കാർ സീരിയസ് ആക്കി എടുക്കൂടോ പെട്ടെന്ന് വീഡിയോ എല്ലാം മറന്നുപോയി. അപ്പം അങ്ങനെയല്ല ഫുള്ള് ജനാണ് പോരെ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ചെക്കന്മാരാണ്. അപ്പോൾ ഒരാളെ കുറിച്ച് മാത്രമല്ല എനിക്കോലെ എല്ലാവരും എൻ്റെ സ്വന്തം കുട്ടികളാണ്. അതായത് നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട് നമ്മൾ ഓലെ കൂടെ സ്പെൻഡ് ചെയ്യണ ഓരോ ടൈമും അത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെട്ട് നമ്മൾ കളയണ സമയമാണ് ഓല കൂടെ അല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച് മാത്രം പറയില്ല, പറയുകയാണെങ്കിൽ ഓലെ കുറിച്ച് മാത്രം നമ്മൾ വേറെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഓലെ കുറിച്ച് 8-10 ആൾക്കാരുണ്ട്. അപ്പോൾ ഒക്കെ പാടെ പറഞ്ഞു വരുമ്പോഴത്തിന് അത്രയും സമയം എടുക്കും. ഓക്കെ, അപ്പം നമ്മൾ പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു കേട്ടോ. ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം ആരെയും ആ ചോദ്യത്തിനൊന്നും പ്രസക്തിയല്ല കേട്ടോ. അതായത് ഞാൻ ആ ചോദ്യത്തിനൊന്നും ഉത്തരേ പറയാൻ ആഗ്രഹിക്കാത്ത ആളാട്ടോ. കാരണം എനിക്ക് ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന് പറഞ്ഞ പോലെ എനിക്കോലെ എല്ലാവരും എന്താണ് ഒരേപോലെയാണ്. ഹനാൻ്റെ വിജയത്തിൽ എന്ത് തോന്നുന്നു സുഹൃത്തുക്കളെ? ഐ ആം പ്രൗഡ്. അതായത് നമ്മളിതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അതായത് അനുഭവിച്ചു പോകുന്ന ഓരോ അല്ലെങ്കിൽ കടന്നു പോകുന്ന ഓരോ ഘട്ടങ്ങളും അറിയുന്നതുകൊണ്ട് തന്നെയാണ് A to Z ഇതുവരെയുള്ള ഫുൾ സംഭവം നമുക്ക് അറിയുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ പടച്ചവനോട് നന്ദി പറയാണ്. കാരണം എന്താ വെച്ചാൽ എന്താ പറയുക, പറയുകയാണെങ്കിൽ കുറേ പറയാണ്ട്. അതായത് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നിട്ടാണ് നിങ്ങൾ ഇന്ന് കാണുന്ന അനാൻഷായിട്ടുള്ളത്. അതായത് ഇതിൽ ലാസ്റ്റ് വന്ന ആളുകളുണ്ടാവും അല്ലേ, അനുവിനെയും ഇപ്പം നമ്മളൊക്കെ തന്നെ നിങ്ങൾ കാണുന്നത് എന്തുകൊണ്ടാണ്? അതായത് അനുവിൻ്റെ ആ ഒരു ഇതിലാണ് നമ്മളെ ഓരോരുത്തരും നിങ്ങൾ എന്ത് ചെയ്യണത് കാണുന്നത് അല്ലേ. അപ്പം അനു ആവാന്നില്ലോ ഒരു സംഭവത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നാൽ അങ്ങേത്തല. ഇപ്പം നമുക്ക് തന്നെ ഓർമ്മയുണ്ട് നമ്മൾ ആ ഒരു ബഡ്ഡിങ് സ്റ്റേജിലൊക്കെ കുറേ ആളുകളെ നമ്മൾ കജ്ജും കാലും പിടിച്ചിരിക്കണം. അതായത് ഓരോ ഇതിനായിട്ടും അതായിട്ടും ഇതായിട്ടൊക്കെ അതായത് കയ്യും കാലും പിടിക്കാറിഞ്ഞാൽ ഓലെ ഹെൽപ്പ് ചോദിച്ചിട്ട് ഇതാക്കിയിട്ടൊക്കെ. അപ്പം അന്ന് നമുക്ക് പല സ്ഥലത്തുനിന്നും അവഗണനകൾ നേരിട്ടിട്ടുണ്ട് ഓൻ തന്നെ. പിന്നെ ആളുകളൊക്കെ തന്നെ ഇന്ന് ഓനെ പല പരിപാടിക്കും വിളിക്കുമ്പോൾ ഞാൻ തന്നെ ഓനെ അയച്ചു കൊടുക്കും ആ സംഭവമൊക്കെ. പരിപാടിക്ക് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കും. അപ്പോൾ ആ പരിപാടി ഉണ്ട് സെറ്റാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. അതായത് മറ്റേ ഇതിൽ പറഞ്ഞാൽ അവനുണ്ടെങ്കിൽ ഞങ്ങളോട് സാറേ പറഞ്ഞില്ലേ, അതേപോലെയാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഓൻ്റെ ആ ഒരു വിജയം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓരോരുത്തരും നമ്മളൊന്നും അതായത് നമ്മളൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പം നമ്മളൊരു 10 ആളുണ്ട് എന്ത് ചെയ്യേണ്ടത് ഇതൊന്നും ആവില്ലല്ലോ ഇല്ലേ. നിങ്ങളെന്നെ ആലോചിച്ച് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അനു നിൽക്കുന്നുണ്ട്. ആ അനു നിൽക്കണില്ലേ ഞങ്ങൾ ഈ 10 ആളില്ലോണ്ട് എന്തെങ്കിലും ആവും ഇല്ല. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും കൊടുക്കണം ഈ ഒരു സ്നേഹവും ഈ ഒരു സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് അനാൻഷ ഇന്ന് കാണുന്ന ഈ ഒരു അനാൻഷ ആയത് അല്ലേ. ബാക്കി നമ്മൾ ഫ്രണ്ട്സ് ആവട്ടെ ഫാമിലി ആവട്ടെ കൊടുക്കുന്ന സപ്പോർട്ടിനേക്കാളും അതേപോലെ അല്ലെങ്കിൽ അതിനെ കവച്ചു വെക്കുന്ന രീതിയിലാണ് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണത്. ഓരോ സ്ഥലത്ത് വരുമ്പോഴും ഉമ്മമാരാവട്ടെ കുട്ടികളാവട്ടെ പിന്നെ എല്ലാവരും നമ്മൾ പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും എല്ലാ വിഭാഗം ആളുകളും അല്ലേ അത്രത്തോളം സപ്പോർട്ടാണ് അവനെ ചെയ്യുന്നത്. അതിന് നിങ്ങളോട് എല്ലാവരോടും നമുക്ക് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും അത്രത്തോളം നന്ദി നമ്മൾ പറയുകയാണ് ഈ ഒരു സപ്പോർട്ട് അനുവിന് നിങ്ങൾ കൊടുക്കണേന്. അടുത്ത ചോദ്യത്തിൽ പോകട്ടെ നമുക്ക്. ബ്രോ മാരേജ് നെശ്വ നിങ്ങളെ കണ്ടിട്ടുണ്ടോ? ബിഫോർ മാരേജ് നെശ്വ നിങ്ങളെ കണ്ടിട്ടുണ്ടോ? ലൈക്ക് റീൽസ് വ്ളോഗ്സ് ഏതിലൊക്കെ ഇത് കണ്ടീനി എന്നെ എവിടെയും കണ്ടിട്ടില്ല. കണ്ടീനോ? എവിടെ കണ്ടീനി? മാത്രം പറഞ്ഞു കൊടുത്തല്ല. ഞാനും ഇതുവരെ ചോദിച്ചില്ലടാ ചോദ്യക്ക്. ഈ ചോദ്യക്ക് നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇപ്പം ഞാൻ തന്നെ ചോദിച്ചത്. ഫസ്റ്റില് ഇതേമാതിരിക്ക് നിങ്ങളെ ലക്ഷദ്വീപ് പോയ സമയല്ലേ, ആ സമയത്ത് ഏതൊക്കെയോ ഫോട്ടോസും വീഡിയോസും കണ്ട്. അപ്പോഴാണ് ഇത് കണ്ടീനി. ജസ്റ്റ് കണ്ടുകണ്, അറിയൊന്നുമില്ല. ഓക്കെ. നെശ്വക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ ഇൻട്രസ്റ്റ് ഇല്ലേ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഉത്തരം ഓൾ തന്നെ പറഞ്ഞോ. ഈസ് ഇൻ ഷീ ഇൻട്രസ്റ്റഡ് ഇൻ മോഡേൺ ഡ്രസ്? മോഡേൺ ഡ്രസ് എങ്ങനെയാണ് ഇപ്പം? എന്താണ് ഉദ്ദേശിച്ചത്? ഓക്കെ, അപ്പോൾ ഓള് ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് എപ്പോഴും ഇങ്ങോട്ട് പറയല് അല്ലേ. അപ്പം അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുന്ന കടയിലാണ് നമ്മൾ കയറല്. കംഫർട്ടുള്ള ഡ്രസ്സാള് ഒക്കെ ഇടും. ഒരു എനിക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന ടൈപ്പൊക്കെ ഇടും, അതിലൊക്കെ ഇടും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ മറുപടി. നിങ്ങളെല്ലാവരും എങ്ങനെയാണ് പരിചയപ്പെട്ടത് സുഹൃത്തുക്കളെ? അത് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫ്രണ്ട്സിൻ്റെ മാത്രം ഞാൻ വേറെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. കാരണം
ഇത് പറഞ്ഞു വരികയാണെങ്കിൽ നിങ്ങളിത് അതിനായിട്ട് വേറെ വ്ളോഗ് നമ്മൾ എടുക്കേണ്ടി വരും. കാരണം അത്രത്തോളം പറയാണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ല, നമ്മളെ സ്റ്റാർട്ടിങ് നമ്മളാകെ 3-4 ആൾക്കാർ ഇല്ലോടത്തുനിന്ന് ഇപ്പം നീ കാണുന്ന രൂപത്തേക്ക് ആവാൻ വേണ്ടി കുറേ ഘട്ടങ്ങളുണ്ടായാലും ഇങ്ങനെ ഓരോരുത്തർ ഓരോ സ്റ്റേജിൽ വന്ന് ഇങ്ങനെ ആയത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയണ്ടല്ലോ, അതിക്കാരം നല്ലത് നമ്മൾ പറയണ്ടേ. അതിനായിട്ടൊരു വ്ളോഗ് എന്ത് ചെയ്യേണ്ടി ഞാൻ ചെയ്യേണ്ട കേട്ടോ. ആർ യു ഹാപ്പി ദിസ് ടൈം? ഓഫ് കോഴ്സ് ഞാൻ എന്നോടും ചോദിക്കട്ടെ, ആർ യു ഹാപ്പി ദിസ് ടൈം? അതാണ് പിന്നെ വന്ന ഒരു ചോദ്യം കേട്ടോ. സന്തോഷമാണ്. പിന്നെന്താ വെച്ചാൽ ഞാൻ കൂടുതൽ സമയത്ത് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സങ്കടങ്ങൾ ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ട് അങ്ങനെ വിടുന്ന ഒരാളാണ്. അങ്ങനെ മാക്സിമം ആരോടും എന്തെങ്കിലില്ല അങ്ങനെ ഷെയർ ചെയ്യണ ഒരു ഇതൊന്നുമില്ല. സങ്കടപ്പെടാൻ സമയം കിട്ടണില്ല. അതാണ്, സങ്കടപ്പെടാൻ സമയം കിട്ടില്ല, അതാണ് സത്യാവസ്ഥ. പിന്നെ ജോബ് നോക്കുമെങ്കിൽ ടീച്ചർ തന്നെ ആകാനാണോ ഇഷ്ടം നശ്വക്ക് എന്ന്? അങ്ങനെ ടീച്ചർ തന്നെ ആവണം എന്നൊക്കെ ഉണ്ട് എനിക്ക് ഇല്ല. അങ്ങനൊന്നുമില്ല. അപ്പം അതിൽ ഞാൻ ഓളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം ഞാൻ ഒരു അധ്യാപകനായിട്ട് വർക്ക് ചെയ്യണമല്ലോ. അപ്പം ഞാൻ ഓളോട് പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ആ ഒരു ടീച്ചിങ് ഫീൽഡ് ഇഷ്ടമാണോ? ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന ഓളെ ഞാൻ നിൽക്കാൻ കഴിക്കണതിന് മുന്നേ എൻ്റെ ഓളമ്മ ടീച്ചറാട്ടോ. അവിടുത്തെ അമ്മ ടീച്ചറാണ്. പ്രൊഫഷനാണ്. എനിക്ക് ചെറിയ കുട്ടികളായിട്ട് ഇടപഴകണ ഇഷ്ടം, നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓളെ കല്യാണം നിൽക്കാതിക്കണതിന് മുമ്പ് തന്നെ അല്ലേ ഓള് മറ്റേ ഹിന്ദിൻ്റെ ടീച്ചറാവാനുള്ള കോഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞത് ഇനി. അപ്പോൾ പിന്നെ ഞങ്ങളോട് അന്ന് പറഞ്ഞൊരു കാര്യം ഇനിയില്ലേ, ഈ ടീച്ചർ ആവാൻ ക്വാളിഫിക്കേഷൻ ഞാൻ പറയണതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഇപ്പം ഞാൻ സർവീസിൽ ഇരിക്കുമ്പോൾ മരണപ്പെട്ടാൽ ഇപ്പോൾ ഇവള് അല്ല നമ്മൾ പോയിന്റുകൾ പറയണമല്ലോ. അപ്പോൾ എൻ്റെ ഉദ്ദേശം അതൊക്കെയാണ്. അത് എന്നെ കൊണ്ട് ടീച്ചിങ് പ്രൊഫഷന് എൻ്റെ ക്വാളിഫിക്കേഷൻ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു, ഞാൻ ജോലിൻ്റെ ഇടയിൽ മരണപ്പെട്ട്. ആ സമയത്ത് അനക്കെന്താണ് അല്ല അങ്ങനെയല്ല. അപ്പോൾ ആ സമയത്ത് അനക്കെന്താണ് ആ ജോലി കിട്ടും. അതായത് ആശ്രിത ജോലി അല്ലേ, അതിന് വേറെന്തോ ഒരു പേരും കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻ്റെ ജോലി ഓക്ക് കിട്ടും. അപ്പോൾ എന്താവും, ഓളവിടെ പട്ടിണി ആവില്ല, വയ്യാതാരാവില്ല. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടായാൽ മതി ആ സമയത്ത്. അപ്പോൾ അതിന് വേണ്ടി ടീച്ചർ പണിക്ക് പോകണമെന്ന് ഞാൻ ഓളോട് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. എന്തെങ്കിലും ഇൻ കേസ് അല്ലേ, മനുഷ്യൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇത് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് എത്തും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടൊരു ക്വാളിഫിക്കേഷൻ എനിക്ക് ഉണ്ടാവണം എന്ന് അവളോട് പറയലുണ്ട്. അപ്പോൾ എന്താവും, അഥവാ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവിടെ കുടുംബം എന്താവില്ല, പട്ടിണി ആവില്ല, ഓല അങ്ങനെ ജീവിച്ച് പോയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവളോട് അങ്ങനെ പറയലുണ്ട് അല്ലേ. ബാക്കി ജോബ് ഏത് സെലക്ട് ആക്കണം എന്നൊക്കെ ഉള്ളത് ഓളെ ഇഷ്ടമാണ്. അത് ഓളെ ഇഷ്ടത്തിന് ഓരോ ഘട്ടം വരുമ്പോൾ ഓള് തീരുമാനിക്കട്ടെ. ഓക്കെ. പിന്നെ പണിക്കോൻ ഒരു ഇഷ്ടമല്ല ടോസിന്. പണിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പണിക്കൊന്നും പോണില്ല. അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഓളെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ പണിക്കോണത്. ഇതിൽ എല്ലാവരും പറയട്ടോ, അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ്ട് പണിക്ക് പോകണോലും സാഹചര്യം കൊണ്ട് പണിക്ക് പോകണോലും എത്ര ആൾക്കാരുണ്ട്. എനിക്ക് പഠിക്കാൻ പോവാൻ നല്ല താല്പര്യമാണ്. കലാകാലം പഠിച്ചുകൊണ്ടിരിക്കുക, പണിക്കോണ ഇഷ്ടമല്ല. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിൽ പോയാൽ അപ്പോൾ അതാണ് അതിൻ്റെ മറുപടി കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈം ടു എൻജോയ് ഏതാണെന്ന്. അതായത് ആ ചോദ്യത്തിൽ 2 വശങ്ങളുണ്ട്. അതായത് ഞാൻ ഈ നാട്ടിൽ തന്നെ നിൽക്കാനുള്ള പ്രധാന കാരണം എന്താണോ, എനിക്ക് വീട് വിട്ടിക്കാൻ കഴിയില്ല. അതായത് എനിക്ക് എൻ്റെ നാട്, വീട്, നാട്ടിലത്തെ കൂട്ടുകാർ, പിന്നെ അതായത് വീട് നാടുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും നിൽക്കണം. എന്നാൽ ട്രിപ്പ് പോണേന് പോയിങ്ങോട്ട് ഇങ്ങോട്ട് നാട്ടിൽ വരുവോളം എന്നുള്ള പ്രതീക്ഷ വെച്ചാണ് നമ്മൾ പോണത്. അപ്പോൾ എനിക്ക് ഫുൾ ടൈം വേറൊരു സ്ഥലത്ത് പോയിങ്ങോട്ട് ഒരിക്കലും സെറ്റിൽ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ വീടും വീട്ടുകാരും അല്ലേ, നമ്മളെ ഫാമിലി അതിലെല്ലാം വരും, വൈഫ്, ഉമ്മ, അപ്പ എല്ലാവരും വരും. അപ്പം ആ ഒരു ഫാമിലി ആയിട്ടും എനിക്ക് എന്താണ് ഏറ്റവും ബെസ്റ്റാണ് എൻജോയ് ചെയ്യാൻ. അതുപോലെ തന്നെ അതിൻ്റെ അതായത് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പറയുന്ന പോലെ അതിൻ്റെ വേറെ വശമായിട്ട് ഞാൻ കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട്സ്. ഇതിൻ്റെ അടിയിൽ കൂടെ എൻ്റെ ഹസ്ബൻഡ് ആണ് പോരെ. അതൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്താണ്, അപ്പം ഞാൻ ഇത് 2ഉം ഒരേപോലെ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, കമോൺ വേക്ക് അപ്പ്. അപ്പോൾ എന്താണ് ഇത് 2 ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളായിട്ട് കൊണ്ടുവരണം എൻ്റെ ഫ്രണ്ട്സ്. അത് നമുക്ക് അത്ര ഹാപ്പിനെസ് ആണ്. അതേപോലെ ഫാമിലി ഇതുപോലെ കേൾക്കണ്ട. അടുത്ത് ബാസിലിൻ്റെ ജോലി. സുഹൃത്തുക്കളെ, ഞാൻ മറ്റേ സെലികുമാർ പറഞ്ഞാൽ കാണാൻ വലിയ ലുക്കില്ലെങ്കിലും ഭയങ്കര ബുദ്ധി പറഞ്ഞില്ലേ. അതേപോലെ ഞാനൊരു അധ്യാപകനാണ്, ഒരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. നിശ്വത്താൻ്റെ എഡ്യൂക്കേഷൻ നേരത്തെ പറഞ്ഞു. ബാസിലിൻ്റെ യൂട്യൂബ് സാലറി
അതാണ് ഇപ്പോൾ വേറെ ആൾ ചോദിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, യൂട്യൂബ് സാലറി എന്നുള്ളൊരു മൈൻഡിൽ, ഞാൻ പറഞ്ഞില്ലേ സാലറി എന്നുള്ള മൈൻഡിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് ഇതിൽ പോസ്റ്റ് ചെയ്ത് തരും. അപ്പം പഠിച്ച നയിച്ച് ഒരു ചെറിയൊരു ജോലി നമുക്കിപ്പോൾ ഉണ്ട്, ഒരു അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടണ ഒരു സമയത്തിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 2018 ഇൻസ്റ്റാഗ്രാം തുടങ്ങണം, അതിനിപ്പോൾ എന്തെങ്കിലും കിട്ടിയിട്ടാണ് നമ്മൾ തുടങ്ങിയതല്ല. അപ്പോൾ എന്താ വെച്ചാൽ അത് നമ്മളൊരു ഇഷ്ടത്തിൽ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ്, എന്നെ സംബന്ധിച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഞാൻ തുടങ്ങിയൊരു സാധനമാണ് ഇൻസ്റ്റാഗ്രാം. അതേപോലെ തന്നെ യൂട്യൂബ് അങ്ങനെ തുടങ്ങിയാണ്. എന്നാൽ അതിന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, പൈസ കിട്ടുന്നുണ്ട്. പക്ഷേ ഫുൾ ടൈം നമ്മൾ എന്ത് ചെയ്യണില്ല, ഈ പൈസ കിട്ടണമെന്ന് വിചാരിച്ച് മാത്രമല്ല എന്ത് ചെയ്യണത്, വീഡിയോ ഇടുക. അങ്ങനെയാണെങ്കിൽ എന്നും ഞാൻ എന്തെങ്കിലും വീഡിയോ ഉണ്ടാക്കിയിടും. ഇപ്പോൾ ഈ മാസമൊക്കെ ആകെ ഒരു വീഡിയോ ഇട്ടുണ്ടാവുക, കഴിഞ്ഞ മാസം അങ്ങനെ തന്നെ ആയിക്കാരം. ചില മാസങ്ങൾ ഇപ്പോൾ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫുൾ ഫ്രീ ആയിക്കാരം. അപ്പം അങ്ങനെ ഓരോ വീഡിയോ നമ്മൾ എടുത്തുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ഇടും. നമുക്ക് സമയത്തിനനുസരിച്ചാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വീഡിയോ ഇടുന്നതിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ചിലപ്പോഴല്ല പൈസ കിട്ടണമുണ്ട്, മനസ്സിലായോ? അപ്പോൾ അല്ലാതെ ഇതൊരു സാലറി എന്ന് എപ്പോഴും കണ്ട് ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ടിക്ടോക്ക് നിരോധിച്ച്, ഇപ്പോൾ ഈ യൂട്യൂബ് സാലറി ഒരു കാലത്ത് പറയുകയാണ് ഇതാണ് നിർത്താറ് കഴിഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഇത് പ്രതീക്ഷിച്ച് മാത്രം ഒരിക്കലും എന്ത് ചെയ്യരുത്, ഞാൻ നല്ല ഒരാളും നിൽക്കരുത് എന്നാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയുള്ളൂ കേട്ടോ. ഇതൊക്കെ ഏത് സമയത്തും അടച്ചു കൂട്ടി പോകുന്ന സംഭവങ്ങളാണ് ഈ സോഷ്യൽ മീഡിയ. ഒന്നും വേണ്ട, 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം വന്നു കണ്ട് അവിടുത്തെ ഇൻ്റർനെറ്റ് കണക്ഷനും ഇതൊക്കെ പോയാൽ കഴിഞ്ഞില്ലേ. അപ്പം ഒന്ന് നമ്മുടെ സാഹചര്യങ്ങൾ എന്താ പറയാൻ പറ്റും. അപ്പോൾ ഇത് മാത്രം കണ്ടുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നിൽക്കരുത്. നമുക്ക് വേറൊരു ജോലി കാര്യങ്ങൾ ഒക്കെ ഇല്ലോണ്ട് നമ്മളെ അയിമലാണ് നമ്മൾ കൂടുതൽ നമ്മളെ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യണത്. അതുപോലെ നമ്മൾ മറ്റ് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇത് നമ്മൾ എൻ്റർടൈൻമെൻ്റ് ആണ് നമ്മൾ അൾട്ടിമേറ്റ് ലക്ഷ്യം. കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് എപ്പോഴെങ്കിലും ഇതേപോലെ നമ്മൾ എപ്പോഴെങ്കിലും യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇടണുള്ളൂ, ഇടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ വരുമാനം നമുക്ക് കിട്ടണമുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് സാലറി ഒരു ഫിക്സഡ് സാലറി ആയിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണില്ല, കാണുന്നില്ല എന്നാണ് ചുരുക്കി പറഞ്ഞത്. പിന്നെ വീട് എവിടെ സുഹൃത്തുക്കളെ, എൻ്റെ വീട് നിലമ്പൂർ കരുളായി പാലാങ്കര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ വീടും അനുവിൻ്റെ വീടുമായിട്ട്, അതായത് ഇവിടെ ഞങ്ങൾ നിലമ്പൂർ ആയിട്ടുള്ളത് ആൾക്കാരൊക്കെ വെച്ചാൽ ഞാൻ, അനു, ജിമ്മി, അസറു, പിന്നെ അർഷു കുറച്ച് അപ്പുറത്ത് വണ്ടൂർ, പിന്നെ ഹർഷീൻ്റെ വീട് ഇവിടെ നമ്മുടെ കുറച്ചപ്പുറത്ത് കാരപ്പുറം പറഞ്ഞ സ്ഥലത്ത്. അതായത് ഞങ്ങളാണ് ഈ ഒരു സർക്കിളിൽ ഇങ്ങനെ ഇട്ടാണ്. ഒക്കെ ഒരു 5-6 കിലോമീറ്റർ സർക്കിളിൽ ഇങ്ങനെ കറങ്ങുന്ന ആൾക്കാരാണ് ഞങ്ങൾ, ഈ ഒരു 5-6 ആൾക്കാർ കേട്ടോ. പിന്നെ നിങ്ങളുടെ മാരേജ് ഓഡിറ്റോറിയം ഏതാണ്? മാരേജ് തന്നെ ഫിക്സ് ചെയ്തിട്ടില്ല, അപ്പോൾ ഓഡിറ്റോറിയം ഇനി ഫിക്സ് ആവണുള്ളൂ. നിക്കാഹ് കഴിഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ മഞ്ചേരിയിലെ ഓള നാട്ടിൽ ഉള്ള ഓഡിറ്റോറിയം അത്. ഏത് ഓഡിറ്റോറിയം? അത് VK പാലസ് ഓഡിറ്റോറിയത്തിലാണ് നിക്കാഹ് കഴിഞ്ഞത്. നെശ്വനെ മുന്നേ കണ്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അതായത് നെശ്വനെ ഞാൻ അന്ന് ആ കല്യാണത്തിൻ്റെ സമയത്തിട്ട് വ്ളോഗിൽ പറഞ്ഞു ഇനി എങ്ങനെയാണ് ഇതൊക്കെ അത് പറയുകയാണെങ്കിൽ ഇനി അതിനായിട്ട് കുറേ ഒരു 10-20 മിനിറ്റ് അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ അതിക്ക് കിടക്കണില്ല. ഞാൻ കണ്ട എങ്ങനെയൊക്കെ ഞാൻ ആ വ്ളോഗിൽ പറഞ്ഞിട്ടോ. കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരുണ്ടെങ്കിൽ അതിൽ പോയൊക്കെയാലും നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കറക്റ്റ് കിട്ടുട്ടോ. പിന്നെ ബാസിലിൻ്റെ ഏജ് നേരത്തെ പറഞ്ഞു, നെശ്വൻ്റെ ഏജ് നേരത്തെ പറഞ്ഞു, നെശ്വത്താൻ്റെ ഗുഡ് ക്വാളിറ്റി ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. നെശ്വത്താൻ്റെ ഗുഡ് ക്വാളിറ്റി നേരത്തെ പറഞ്ഞു. 2 words about your team. അതല്ല, എന്താ വെച്ചാൽ എൻ്റെ ഗുഡ് ക്വാളിറ്റീസ് പറയാൻ നിന്നാൽ ഞാൻ പറഞ്ഞില്ല അതിന് നമ്മൾ വേറെ വ്ളോഗ് എടുക്കേണ്ടി വരും. അപ്പം എന്താണ് ഇപ്പം 2 പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്ത് ഞാൻ തൽക്കാലം അവസാനിപ്പിച്ചാണത്. 2 words about your team. സുഹൃത്തുക്കളെ, 2 വേർഡ്സിൽ സത്യം പറയട്ടെ, ബാസിൽക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ്. അതിന് ഒന്നാമത്തെ ഒരു ക്വാളിറ്റി അല്ലേ. ശരിക്ക് നിങ്ങൾ എപ്പോൾ ഓരോ കൂടെ ഉണ്ടായാലും നിങ്ങൾ ചിരിച്ചിട്ടാണ് ഉണ്ടാവുക, സങ്കടങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവലില്ല. ഓരെ കുറിച്ച് പറയുമ്പോഴും നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി. അപ്പോൾ ഓരെല്ലാവരും എന്ന് പറയുമ്പോൾ നല്ല രസമാണ് ഒന്നാമത്. എങ്ങനെ ഇപ്പം എന്നത് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്താ പറയുക, ഓരോരുത്തരും തമ്മിലുള്ളൊരു ബോണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ആക്കുക? കഴിയണില്ലേ, വാക്കുകൾക്ക് അതീതമാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഓളോട് എൻ്റെ ഫ്രണ്ട്സിനെ പറ്റി ഞാൻ ആദ്യം ഓളോട് ഇല്ലേ പെണ്ണാണ് പോയ സമയത്ത് വരെ ഞാൻ പറഞ്ഞേക്കണ ഒരു കാര്യമാണത്. അതായത് ഓലെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ ഇതാവണം, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം, അപ്പോൾ അതിനൊക്കെ എനിക്ക് സമ്മതമാണോ അല്ലേ ഒക്കെ ചോദിച്ചിരുന്നു ഓളോട്. അതായത് ഓലെന്ന് പറഞ്ഞ നിങ്ങളെല്ലാവരെയും ഒന്ന് കാണാൻ എന്താ ചെയ്യാന്ന്. ഇന്നെ ജന കാണുന്നുണ്ടോ? എൻ്റെ വീട്ടുകാരെ പരാതിയാണത്. അതായത് ഓൽക്കന്നെ എന്ത് ചെയ്യാൻ പറ്റണില്ല, കാണാൻ കിട്ടലില്ല, എപ്പോഴും പറയണാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കാണാമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പലരും പല വൈക്കാണ്. നാട്ടിലില്ലോലുണ്ട്, നാട്ടിലില്ലാത്തവരുണ്ട്. ഇനി നാട്ടിലില്ലോല് തന്നെ ചിലപ്പോൾ വേറെ ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും. അപ്പം ഇൻഷാ അല്ലാ എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക എല്ലാവരെയും കാണാമെന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെന്താ വെച്ചാൽ പരിപാടികളൊക്കെ അവരുടെ പക്ഷെ എന്താ വെച്ചാൽ എല്ലാവരും ഉണ്ടാവില്ല, അങ്ങനെയാണ്.
എല്ലാവരും കാണണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വർഷക്കൊക്കെ നാട്ടിലുള്ള ടൈമാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടാവും. എപ്പോഴും കിട്ടാത്ത പുറത്ത് ഇല്ല ആൾക്കാരല്ലേ. അപ്പോൾ എല്ലാവരെയും കാണാന്നുള്ളൊരു വിഷയത്തിലുള്ള കാര്യം എന്താ പറയുള്ളത്. പിന്നെ സുഹൃത്തുക്കളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഞമ്മക്കൊക്കെ തരേണ്ട ഒരു സംഭവമുണ്ട്. അതായത് ഒരു പരിധിയിൽ കവിഞ്ഞ് നിങ്ങളിപ്പോൾ നമ്മളടക്കം ഉൾപ്പെടുത്തിയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ഇതാക്കേണ്ടതില്ല. കാരണം അതിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണോ? അതായത് ഞാൻ അതിനെ എതിർക്കുന്ന ഒരാളാണ് സത്യം പറഞ്ഞാൽ. ഇപ്പം ഞാനടക്കം നിങ്ങൾക്ക്, അതായത് നിങ്ങളെ ഞാൻ എന്തെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ആവുള്ളൂ. അല്ല ഞാൻ ഇൻഫ്ലുവൻസറാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാത്ത പക്ഷം ഞാൻ എന്താണ് അതായത് അല്ലാത്ത പക്ഷം ഞാൻ എന്താണ് വെറും ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾ, അതായത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ മതി. അതായത് ഭൂരിപക്ഷം ആളുകൾ നിങ്ങൾക്ക് അങ്ങനെ പറയണേക്കാരം നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാൽ ഒരു ആൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരാൾ നിങ്ങളെ ഏതെങ്കിലും നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ അയാൾ നിങ്ങൾക്ക് എന്താണ് ഇൻഫ്ലുവൻസർ ആവും. ഇപ്പം ഓന് പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ഒരുപാട് ആളുകൾ നമ്മളോട് പറയലുണ്ട് ഓൻ ഇൻഫ്ലുവൻസർ ആണ്. പക്ഷേ നേരെ മറിച്ച് ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഇന്നെ തന്നെ പറയുകയാണ്, അതായത് ഞാൻ നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ ഇൻഫ്ലുവൻസർ ആവുള്ളൂ. അല്ലാത്ത പക്ഷേ നിങ്ങൾ ഇന്നെ എന്തായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. അതായത് കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾ അങ്ങനെ കണ്ടാൽ മതി, അത്ര മതി, കൂടുതൽ മോഡിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ചില ആളുകളൊക്കെ കാണാൻ ഭയങ്കരമായിട്ട് ഇതെങ്ങാണ്ട്, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കഴിവുള്ളവരെ നിങ്ങൾ അംഗീകരിക്കണം. അത് ഞങ്ങളോട് എപ്പോഴും പറയും, എന്ത് കഴിവായിക്കോട്ടെ ആ കഴിവുള്ള ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, അംഗീകരിച്ചെടുക്കണം. ആരായിക്കോട്ടെ. ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ തന്നെ പലവിധം കഴിവുള്ള ആൾക്കാരുണ്ട്. ഞാനൊക്കെ കണ്ടില്ലേ, എഡിറ്റിങ് കണ്ണഞ്ചിപ്പിക്കുന്ന, കേരളക്കാരെ ഞെട്ടിക്കുന്ന എഡിറ്റിങ് ചെയ്യുന്ന ആളാണ്. പിന്നെ ഫോട്ടോഗ്രാഫി, നമ്മളെ കൂട്ടത്തിൽ എല്ലാവരും കൂടുതൽ ആളുകളും ഫോട്ടോഗ്രാഫി ഫീൽഡിലെ ആൾക്കാരാണ്. അർഷി, ജിമ്മി, അസറു ഓരൊക്കെ, അതായത് പല കഴിവുകൾ ഇല്ല ആളുകളാണ് ഓരൊക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരൊക്കെ നിങ്ങൾ നല്ല സപ്പോർട്ടാക്കും വേണം. ആണ്. അപ്പോൾ എന്താ വെച്ചാൽ കഴിവില്ല ആളുകൾ നിങ്ങൾ അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വേറൊരു ക്വാളിറ്റി എന്താ അറിയോ, അതായത് ഒരാള് ഇപ്പൊ ഞാനിപ്പോ നന്നായി വിചാരിക്കും, ഞാൻ ഇന്റെ കാര്യം മാത്രം നോക്കിയല്ല പോവാ. ഇപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്തിട്ട്, ഇപ്പൊ അനുവിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. എന്താ പറയാ, അനു കാരനാണ് നിങ്ങളൊക്കെ ഈ നിലയിലെത്തിയത്. ശരിക്ക് എല്ലാരെയും മുന്നിക്ക് കൊണ്ടുവരും. അങ്ങനത്തെ ഒരു ഗുഡ് ക്വാളിറ്റി നമ്മളെല്ലാവരും ചെയ്യണം. കഴിച്ചില്ലാണെന്ന് വിചാരിക്കുമല്ലോ, ഒപ്പമുള്ളവരും കൂടി നമ്മളെ കൂട്ടത്തിൽ, അത് നമ്മൾ പണ്ടെടുത്തൊരു തീരുമാനമാണ്. നമ്മളെ കൂട്ടത്തിൽ എന്താ വെച്ചാൽ ഒരാള് പിന്നെ കുറച്ചൊരു ഇതാവുണ്ടോ, അതിൻ്റെ ഒരു ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടുന്ന രൂപത്തിൽ അങ്ങനെ തന്നെയല്ല എപ്പോഴും പോകണമെന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾ കാണുന്നങ്ങളും പറയാം. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ നിങ്ങളൊക്കെ പിന്നെ അതായത് നമ്മളെ അറിയണീൻ്റെ ഇരട്ടിൻ്റെ ആൾക്കാർ അനുവിനെ അറിയണമല്ലാണ് കൂടുതലുണ്ടാവുക. അനു ത്രൂ ആയി കാരണം നിങ്ങളെല്ലാവരും നമ്മളെന്ത് ചെയ്യണത് അറിയണത്, നമ്മളെല്ലാവരും നിങ്ങളെ അറിയണത്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണതും നമ്മളെ കൊണ്ട് കഴിയണ പോലെ നമ്മൾ തിരിച്ച് ഓനെ സപ്പോർട്ട് ചെയ്യണമൊക്കെ ഈ ഒരൊറ്റ ഇത് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഒരാളെന്നില്ല, ഇന്ന ആളെന്നില്ല. അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം സപ്പോർട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാം റിയലാന്ന് നിങ്ങൾ വിചാരിക്കരുത്, മനസ്സിലായോ? അതായത് പിന്നെ ഇതിൽ കാണുന്ന മാത്രമാണ് ലൈഫ് എന്ന് വിചാരിക്കരുത്. മനുഷ്യന്മാരാണ്, എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ വീഡിയോ തന്നെ ഞാൻ നാളെ ഈ കാര്യമായിട്ടും പറഞ്ഞാണ്, പിന്നെ പെരിയിൽ എല്ലാവരും നിന്ന് തല്ലുകൂടുകയാണ്. ഞാൻ എടുത്തുകൊണ്ട് വീഡിയോ ഇടൂല. എൻ്റെ ജീവിതത്തിലുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഞാൻ എടുത്തുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലുള്ളൂ. ഞാനും നല്ല ഒരുവിധപ്പെട്ട എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത്, 99%. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ ആളുകളുടെ ജീവിതം ഓലത്തൊക്കെ അടിപൊളിയാണ്, നമ്മളത് എന്താണ് ഇങ്ങനെയെന്നൊക്കെ ആ രീതിയിൽ ഒരാളെന്ത് ചെയ്യരുത്, ചിന്തിക്കരുത് കേട്ടോ. അപ്പോൾ റിയാലിറ്റി വേഴ്സസ് എന്താണ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ ഇല്ലേ, അങ്ങനെ എന്തോ ഒരു ഇത് പറയും. അപ്പോൾ അതിൽ പറയുള്ളത് നമുക്ക് അത്രേ ഉള്ളൂ. പിന്നെ എക്സ്പ്ലെയിൻ സ്റ്റീൽ എന്ന് പറഞ്ഞത് ആഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. എനിക്ക് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ കുട്ടിയുടെ ഓനെ. അതെന്താ വെച്ചാൽ ഓനെ അതായത് നമ്മളെല്ലാവരും അങ്ങനെ ട്രീറ്റ് ചെയ്യല്, ഞാനെന്നല്ല നമ്മളെല്ലാവരും അഫിനെ ട്രീറ്റ് ചെയ്യല് എങ്ങനെയാണ്, ആ ഒരു ഇതിലാണ്. ഓനെ നമുക്കൊരു ചെറിയ കുട്ടിയായിട്ടാണ് ഇപ്പോഴും അന്ന് നമുക്ക് അങ്ങനെയാണ് നമ്മൾ കൊണ്ടുനടന്നിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്താണ് ഇപ്പോഴും അഫിനെ കൊണ്ടുനടക്കുന്നത് കേട്ടോ. പിന്നെ പേര് വായിക്കണ്ട, ഇതെന്താണ് ചേഞ്ചസ് ആഫ്റ്റർ മാരേജൊക്കെ. ചേഞ്ചസ് ആഫ്റ്റർ മാരേജ് പറഞ്ഞാൽ ജീവിതത്തിലൊരു അടുക്കും ചുറ്റൊക്കെ വന്നിക്കണേ. അത് നമ്മളില്ല വരെ പറയാം, അന്നെ ഇരുത്തിയാണ്ടെന്ന് പറയണേ. എന്താ എനിക്ക് പറയല്ലേ, അടുക്കും ചുറ്റി വന്നിട്ടില്ലേ, വരാൻ നോക്കണ്ടോ കുറേയൊക്കെ. അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം നേരത്തെ പറഞ്ഞ റൂമിൻ്റെ കാര്യമൊക്കെ തന്നെ ഫുൾ സിസ്റ്റമാറ്റിക്കായി സംഭവം. പിന്നെ വേറെന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഇതേമാതിരി ഫുള്ളി ലൈവായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നു.
അത്രേ ഉള്ളൂ മാറ്റം. പിന്നെ അന്നും കൂടി നോക്കുന്നുണ്ട്. ഇല്ല ചില കൂടുതലൊന്നും ഇല്ല കേട്ടോ. പിന്നെ അത് വേറെ ചോദ്യം, നൂറ ആരാണെന്ന്. സുഹൃത്തുക്കളെ അത് ചോദ്യം എല്ലാവരും ചോദിക്കലുണ്ട്. നൂറ മോള് എൻ്റെ താത്താൻ്റെ കുട്ടിയാണ്. എൻ്റെ താത്ത എന്ന് പറഞ്ഞാൽ എങ്ങനെ, എൻ്റെ ഉമ്മാൻ്റെ, അതായത് എൻ്റെ മൂത്തമ്മാൻ്റെ കുട്ടീൻ്റെ കുട്ടി, എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തി, അതായത് എൻ്റെ മൂത്തമ്മ, ആ മൂത്തമ്മാൻ്റെ കുട്ടി, അതായത് എൻ്റെ താത്ത, ആ താത്താൻ്റെ കുട്ടിയാണ് ആര്, നൂറ മോള്, എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മോള്. ആ താത്താനെ കെട്ടിക്കണ ആരാണ്, ഹനാൻ്റെ ഇപ്പാൻ്റെ അനിയന്. മനസ്സിലായോ? അതായത് ഹനാൻ്റെ ആപ്പാപ്പയാണ് എൻ്റെ കസിൻ സിസ്റ്ററിനെ കെട്ടിക്കണത്. അങ്ങനെയാണ് നൂറമോൾ ഇൻ്റെയും അനുവിൻ്റെയും എന്തായിട്ട് വരുന്നത്, കുടുംബമായിട്ട് വരുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണേ. ഹനാൻ ഷാനെ ഫസ്റ്റ് മീറ്റ് ചെയ്ത സന്ദർഭമാണ് ചോദിക്കണത്. സുഹൃത്തുക്കളെ ചെറുപ്പത്തിൽ കണ്ടതാണ്. അപ്പം എന്താ വെച്ചാൽ ഓൻ തന്നെ പറഞ്ഞേക്കണേ, ഒരു ക്യൂനയിൽ ഓൻ തന്നെ പറഞ്ഞേക്കണത് എന്താ വെച്ചാൽ എൻ്റെ മൂത്തമ്മാൻ്റെ ഫാമിലിയാണ് ശരിക്ക് അനു വരുന്നത്. പക്ഷെ എന്നെ ചെറുപ്പത്തിലേ മൂത്തമ്മ എന്ത് ചെയ്യും, ഓല ഫാമിലി കൂടെ ഒക്കെ, എൻ്റെ ഫാമിലി കൂടെ കൊണ്ടുവരക്കണേക്കാളും മൂത്തമ്മയും പിന്നെ ഓല ഫാമിലി കൂടെ കൊണ്ടുവരും. അങ്ങനെ എനിക്ക് എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഫാമിലിൻ്റെ അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ബന്ധമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ബന്ധമായിക്കാരം ആരായിട്ട് എൻ്റെ മൂത്തമ്മാൻ്റെ ഫാമിലിയായിട്ട് എനിക്ക് ഉണ്ടാവുക. അപ്പം എനിക്ക് ചെറുപ്പം മുതലേ ഇപ്പോൾ ഇപ്പച്ചിയും അനുവിനെയും ഓലൊക്കെ എനിക്ക് ചെറുപ്പം മുതലേ കണ്ട് പരിചയമുണ്ട്, ഓൽക്ക് ഇനിയും പരിചയമുണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മളെന്താണ് കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവർ ഏകദേശം ഒരു ഏജിൽ വരുന്ന ആൾക്കാരല്ല. അപ്പോൾ നമുക്ക് നല്ല കണക്ഷനാണ്. പിന്നെ അനു അതിനെ പറ്റി പറഞ്ഞു ചെയ്തിരിക്കണം. ഒരു തക്കാരത്തിനാണ് ഞങ്ങൾ കാണുന്നതും ഇതാക്കണമൊക്കെ. അപ്പോൾ അതിനെ പറ്റി പോകാൻ പറഞ്ഞിരിക്കണേ. അപ്പം ഞാനൊക്കെ കിടക്കണില്ല കേട്ടോ. നശ്വ സ്കിൻ കെയർ ചെയ്യാറുണ്ടോ? ചെയ്യലുണ്ടോ? ഒന്നും ചെയ്യില്ല. അങ്ങനെ പ്രത്യേകിച്ച് സ്കിൻ കെയറൊന്നും ചെയ്യില്ല. ഇടയ്ക്കാണ് മറ്റേ മഞ്ഞളും അതും ഇതൊക്കെ വാരി തേച്ച് കണ്ട് കുത്തിരിക്കണതാണ്. അതുണ്ട് അല്ലേ? ഇടയ്ക്ക്. അല്ലാതെ വേറെ അതിനായിട്ട് സ്കിൻ കെയറിന് സംഭവങ്ങൾ വാങ്ങാ തേക്കുക. എങ്ങനെ? അതൊക്കെ എപ്പോ അങ്ങനെയാണ്, എവിടുന്ന് വാങ്ങണാണ്? ആര്? ഉമ്മ ഉണ്ടാക്കി ഇപ്പം ഉമ്മ ഉണ്ടാക്കി തരും. ഓ അപ്പോൾ അങ്ങനെ കേട്ടോ മെയിന്. രണ്ടുപേരുടെയും നെഗറ്റീവ് പോസിറ്റീവ് തിങ്സ് രണ്ടാളും പറയുക. നേരത്തെ ഞാൻ എൻ്റെ പറഞ്ഞില്ലേ, അപ്പം ഇനി ഇജിൻ്റെ ഇങ്ങോട്ട് പറയാം. എൻ്റെ 2 പോസിറ്റീവ് 2 നെഗറ്റീവ് പറഞ്ഞ ധൈര്യമായിട്ട് ഫുൾ ഫ്രീഡം. നെഗറ്റീവ് എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല. അത് വിട്, കമോൺ ഇല്ല പറയും. എന്നാ പോസിറ്റീവ് പറഞ്ഞ ഫസ്റ്റ്. പോസിറ്റീവ് പറഞ്ഞാല് എന്നെ നല്ലോണം നോക്കുന്നുണ്ട്, മാക്സിമം എന്നെ ഹാപ്പി ആയിട്ട് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് നല്ല പ്രയോറിറ്റി തരുന്നുണ്ട്. പിന്നെ ഇപ്പം എന്താ ഇതോ നെഗറ്റീവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിൽ പറഞ്ഞത് അതൊന്നും റൂം വൃത്തിയേടാക്കി വെക്കുക. ഒന്നുകൂടി വേറെ നെഗറ്റീവ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരു നെഗറ്റീവ് ഓള് പറഞ്ഞേക്കണം കേട്ടോ. റൂം നോക്കുന്നല്ല, തുറച്ചിൻ്റെ എടുത്ത അവിടെ, ബെഡ്ഷീറ്റ് അവിടെ, എടുക്കണ തുണി അവിടെ, അങ്ങനത്തെ സ്വഭാവം. ഇങ്ങളും അടുത്ത ചോദ്യം വയ്ക്കട്ടെ. ഇങ്ങളും നശ്വയും കണ്ടപ്പോൾ ഉള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു? മഞ്ചേരി നശ്വൻ്റെ വീട്ടിൽ വെച്ച് ആദ്യമായി നശ്വ കണ്ടപ്പോൾ മറ്റേ പിന്നെന്തിൻ്റെ ഡയലോഗ് ഫ്രിഡ്ജുമ്മ തൂങ്ങിക്കേ, ഫ്രിഡ്ജുമ്മ മറഞ്ഞല്ലേ? നിങ്ങളെല്ലാരും കൂടി വന്നിക്കുക. പെണ്ണാണാ സാധാരണ ഒരു ചെക്കൻ്റെ ഒപ്പം ആരെയൊക്കെ അല്ലേ വരല്. ഇവര് 10-20 ആൾക്കാർ എന്നെ പെണ്ണാണാ വന്നിരുന്നത്. അത് എന്റെ ഫസ്റ്റ് പെണ്ണാണ്. എന്റെ അവസ്ഥ എന്താ ചെയ്യാ? അടുത്ത് സീനത്താത്തല്ലോ പൂച്ചക്കുട്ടിനെ നോക്കിയെടുക്കാനൊക്കെ എടുത്ത് കണ്ടുകൊണ്ടേ ഇവിടെ നിന്ന് വിറക്കേനി, വിറച്ചിട്ട് പടച്ചോനെ. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് കിടക്കണില്ല കേട്ടോ. അതും അനുക്കല്ലേ ഇരിക്കണേ. ആനൊക്കെ ഉണ്ട്. ഓലൊക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ട് വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ ഒരു പെട്ടെന്ന് വന്ന് കണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കണണ്ടപ്പോ അനുവിനൊക്കെ കണ്ടപ്പോ ഞാൻ ആദ്യം ആകെ ടെൻഷനായി. പിന്നെ അമ്മമാര്. അടുത്ത് ഇപ്പത്തെ കപ്പിൾസ് വിളിക്കണ പോലെ എന്തൊക്കെയാണ് ഹബ്ബി വൈഫ് എന്നൊക്കെ നിങ്ങൾ വിളിക്കാറുണ്ടോ? അങ്ങനെ വിളിക്കലുണ്ടോ? അതല്ല, അതൊക്കെ ഇപ്പൊ നമ്മള് ഇടയിലുള്ള കാര്യങ്ങളാണ്. അത് പറയേണ്ട ആവശ്യമില്ല. ഇല്ല അല്ലേ? അങ്ങനെയല്ല, അങ്ങനെയൊക്കെ വിളിക്കണം കേട്ടോ. എന്നാലേ നമുക്കൊരു, അതായത് പബ്ലിക്കായിട്ട് ഹലോ അങ്ങനെ ഭയങ്കര ഇതാക്കണമെന്നൊന്നുമില്ല. പക്ഷെ പ്രൈവറ്റ് ആയിട്ട് കുറച്ച് വിളിക്കലുമില്ല. ഇല്ല, അത് എനിക്കും നമുക്ക് താല്പര്യം.
അപ്പം ഞാൻ പിന്നെ ഒരാളെ എപ്പോഴും ഇങ്ങനെ ഇതാക്കുമ്പോൾ അല്ലേ എനിക്കറിയാതെ ഞാൻ എപ്പോഴും മോളെ പറഞ്ഞിട്ട് സംസാരിക്കില്ലേ, അത് ഞാൻ അങ്ങനെ സംസാരിക്കും. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ വർക്ക് ചെയ്യാൻ ഇപ്പോൾ ആരെങ്കിലും നമ്മൾ വേറെ ഓപ്പോസിറ്റ് ഒരാളെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ തന്നെ പലരും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ടാവും. ഇല്ലേ എത്രയില്ല പഠിക്കണ മോളെ അതൊക്കെ ചോദിച്ചാണെങ്കിൽ നമ്മൾ അങ്ങനെ സംഭവം എനിക്ക് ഓട്ടോമാറ്റിക് ഉള്ളിൽ നിന്ന് വരലുണ്ട്. അപ്പോൾ അല്ലാതെ അങ്ങനെ വേറെ വിളിക്കലൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം. വേറെ ഇതെന്താ കപ്പിൾ ചലഞ്ചൊക്കെയാണ്. ഐ കോണ്ടാക്ട് ഫോർ 10 സെക്കൻഡ്. അത് കഴിഞ്ഞോട്ടെ, എടുക്കല്ലേട്ടോ. അപ്പോൾ അത് നടക്കൂല. 2 സെക്കൻഡ് ആയപ്പോൾ തന്നെ കണ്ടടിച്ച്. അപ്പോൾ നമ്മൾ അവസാനിപ്പിച്ചു. ആർ യു സാറ്റിസ്ഫൈഡ് ഇൻ യുവർ ലൈഫ്? 100%. കാരണം എന്താ വെച്ചാൽ നമുക്ക് പടച്ചോൻ തന്ന ഈ ഒരു ജീവിതത്തിൽ, അതായത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ എന്ത് കാട്ടണം എന്ന് പറയാം, നമ്മളെപ്പോഴും കുറേ നമ്മളെ താഴത്തേക്കും ചിന്തിക്കണം അല്ലേ. അതായത് മനുഷ്യനാണ് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഞാനടക്കം നമുക്ക് ഓരോന്നും നേടണം ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മളെ ജീവിത രീതിൻ്റെയും താഴത്തേക്കുള്ള ആളുകളെ പറ്റി നേടണമെന്നില്ല എനിക്കുണ്ട്. എന്നാൽ എന്താണ് നമ്മളെ ജീവിത രീതിനേക്കാളല്ലേ നമ്മളിപ്പോൾ ജീവിക്കണ നമുക്ക് പടച്ചോൻ തന്നൊരു കംഫർട്ട് സോൺ ഉണ്ട്, അതിൻ്റെയും താഴത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. ഓലെ പറ്റി ചിന്തിച്ചാൽ നമ്മളെന്താവും, ഹാപ്പി ആവും. അപ്പോൾ ഞാനുമായി അടുത്ത് ഇടപഴകുന്ന ആളുകളും അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലും ചുറ്റുപാടായിട്ടൊക്കെ തന്നെ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പം നമുക്ക് എന്താണ്, നമുക്ക് നമ്മളില്ലാണ്ട് തന്നെ ഹാപ്പിയാണ്. അത്ര ഉള്ളതിൽ അല്ല. സുഹൃത്തുക്കളെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതെ അത്രേ ഉള്ളൂ. അപ്പം നെസ്വ പറഞ്ഞാണ് അതിൻ്റെ ഒരു പോയിന്റ് പറഞ്ഞു ഞാൻ അടി കൂടെ. എന്താ വെച്ചാൽ നമുക്ക് ആകെ ഒരു 60 വയസ്സുണ്ട് ഏറിപ്പോയാൽ അല്ലേ, അല്ലെങ്കിൽ അതിന് മേലെ കിട്ടണൊക്കെ ബോണസ് വിചാരിച്ചോളൂ. നമ്മളെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ പാരൻസിന് നല്ലോണം നോക്കുക. അതിപ്പോ ഇൻലോസ് ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ ആണെങ്കിലും പാരൻസിന് നല്ലോണം ഉള്ള കാലം അല്ലേ നമ്മളെ വാപ്പാനും ഉമ്മാനൊക്കെ അല്ലെങ്കിൽ അച്ഛനും അമ്മേനൊക്കെ കറക്റ്റ് മാക്സിമം നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഫുള്ള് 100 ഇട്ട് ഓൽക്കും വേണ്ടി എന്ത് ചെയ്ത് കൊടുക്കുക ഓലെ ഹാപ്പി ആക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ 60 വയസ്സ് കിട്ടി. അത് നമ്മളെ ജനറേഷനൊക്കെ ഈ രീതിയിലുള്ള ഫുഡ് അടിയും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് 50 കിട്ടി. അതിൻ്റെ മേലെ കിട്ടുന്ന ബോണസാന്ന് വിചാരിച്ചോളി. അതിലിപ്പോൾ എനിക്കിപ്പോൾ അതാ 28 വയസ്സായി, ഏകദേശം 30 തന്നെ റൗണ്ട് ആക്കി കൂട്ടി. അതിൽ ഞാൻ ആകില്ല എത്ര 20 അല്ലെങ്കിൽ 25 കൊല്ലം. ഈ 25 കൊല്ലം ജീവിക്കാൻ ഇപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇത്ര മസിൽ പിടിച്ചാണ്ട് ഇത്ര ടൈറ്റ് ഇട്ട് ദമ്മിട്ട് ജീവിക്കണേ? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ചുരുങ്ങിയ ജീവിതത്തിൽ ആ ഒരാൾക്കാരെ നല്ലോണം പരിഗണിക്കുക. കാരണം ഇപ്പോൾ പാരൻസ് എന്ന് പറയുമ്പോൾ ഒരു ഏജ് ആയാലും നമ്മൾ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണം. ഭാര്യമാർ എന്ന് പറയുന്നത് ഭർത്താക്കന്മാരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ നല്ല പരിഗണന കൊടുക്കും. അപ്പോൾ കുറേ ആൾക്കാർ പറയാണ്ടാവും അതിന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, ഭാര്യക്ക് ഇൻഡിപെൻഡൻ്റ് ആയിക്കൂടെ എന്നൊക്കെ പറയണം. അങ്ങനെയല്ല, ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറേ പൈസ ഉണ്ടാക്കി ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യമില്ല, മെന്റലി പീസ് ഇല്ലാതെ. നമുക്കിപ്പോൾ ഒരു വീട്ടിൽ കയറി വരുമ്പോൾ ഒരു കുടുംബജീവിതം പറഞ്ഞാൽ സന്തോഷമുണ്ട്. എന്നാൽ അത് വേണ്ടാത്ത ആൾക്കാരുണ്ട്. ഇന്ത്യ രാജ്യമാണ് ഓല് അങ്ങനെ ജീവിച്ചോളി, ഒരു കുഴപ്പമില്ല, മൈൻഡാണ്. അപ്പോൾ അത് മൈൻഡ് അനുസരിച്ച് ചെയ്യുക. അതൊക്കെ അതായത് ഓരോരുത്തരുടെ യുക്തിക്ക് വിട്ടുകൊടുക്കാന്നില്ലാണ് അപ്പോൾ അതിൽ ചെയ്യാനുള്ളൂ. വേറെ ഒന്നും നമുക്ക് പറയാനില്ല. നമ്മൾ ഇത് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ്, അതൊക്കെ സെൻസിറ്റീവ് വിഷയങ്ങളാണ്. അതായത് ഇന്നത്തെ ജനറേഷന് 2 മൈൻഡുള്ള ആളുകളുണ്ട്. ഈ ഒരു ഫാമിലി ലൈഫ് തീരെ താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇന്ത്യ രാജ്യമാണ്, ഓൾക്ക് അങ്ങനെ ജീവിക്കാൻ അവകാശം നമ്മളെ രാജ്യം ഇവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്, ഓല അങ്ങനെ ജീവിക്കട്ടെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഇങ്ങനെ ജീവിക്കട്ടെ അല്ലേ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ വിട്ടുകൊടുത്തു. നിങ്ങളും അനാനും ഫ്രണ്ടായത് എപ്പോൾ എങ്ങനെയാണ് അത് നേരത്തെ നമ്മൾ പറഞ്ഞു കേട്ടോ. ഇതെന്താണ് നോവലോ? അറിയാമെങ്കിൽ നശ്വക്ക് നിങ്ങളെ ഗ്യാങ്ങിനെ പറ്റിയുള്ള അഭിപ്രായം എന്തായിരുന്നു? കല്യാണത്തിന് മുന്നേ അറിയുമെന്ന് ചോദിച്ചാൽ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴൊക്കെ അനുവിൻ്റെ ഫാൻസ് കുറേ ഉണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്ക് നിങ്ങളെ അറിയൂല, എനിക്ക് നിങ്ങളെ ഒന്നും അറിയൂല. ഞാൻ അത്ര ആക്റ്റീവായി അങ്ങനെ ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ആളല്ല. അപ്പം അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ സ്റ്റോറീസ് ഇങ്ങനെ കാണുമായിരുന്നു, റൂമിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം കാണിച്ചു തരുന്നതിനിടയിലാണ് നിങ്ങളെ മറ്റേ അവിടെ ലക്ഷദ്വീപ് പോയ ഫോട്ടോസൊക്കെ കാണുന്നത്. അതിന് ശേഷമാണ് പിന്നെ നമ്മളെ പ്രപ്പോസൽ വന്നപ്പം എനിക്കെന്താ ഫസ്റ്റ് ഇതായത് പറഞ്ഞ പ്രപ്പോസൽ വന്നപ്പോൾ ഇതാ ചങ്ങായിയാണല്ലോ എവിടെയോ നല്ല കണ്ടു പരിചയമൊക്കെ അങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ എന്തെങ്കിലും നോക്കി ഇൻസ്റ്റഗ്രാമിൽ നോക്കി എൻ്റെ അമ്മക്ക് കാണിച്ചു കൊടുത്ത് അടുത്ത് ഒരു ലോഡ് ചോദ്യം. നെക്സ്റ്റ് പ്രഗ്നന്റ് അല്ല പറഞ്ഞുണ്ട്. ആരാ സുഹൃത്തുക്കൾ ഇത് പറഞ്ഞത്? ഇതാ കാരണം തരോ? കാരണം അച്ചുവിൻ്റെ മാരേജിൻ്റെ ലൈവിൽ കാറിൽ നിന്ന് അതിനെപ്പറ്റി കുറേ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതുവരെ അതിനെപ്പറ്റി നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ. സുഹൃത്തുക്കളെ
നമ്മളെ ചെക്കന്മാരാണ്, തമാശക്ക് പറഞ്ഞോ ഓക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളോട് പറയില്ലേ. അപ്പോൾ അതാ പറഞ്ഞത് നമ്മളെ ഉണ്ടെങ്കിൽ പറയും, ഓലെന്താ കണ്ണോട്ടന്മാരാണല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അറിയും അത്. അപ്പോൾ പിന്നെ അങ്ങനെ അല്ല കേട്ടോ, അത് ഇല്ല. ഓക്കെ, ഫ്രണ്ട്സ് ഓർ ഫാമിലി ആർ മോർ ഇമ്പോർട്ടൻറ്റ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ബോത്ത് ആർ ഈക്വൽ. അത് പറഞ്ഞു. സിബ്ലിങ്സ് രണ്ടുപേരുടെയും യശ്വൻ്റെയും എനിക്കൊരു താത്തയുള്ളത്. താത്ത മാത്രമേ ഉള്ളൂ. താത്താക്ക് 2 കുട്ടികളുണ്ട്. അതിലൊന്നാണ് ഐഷു, ഒന്ന് റിതു, പിന്നെ അലിയാക്ക. താത്തി അലിയാക്കിയും ഒരേ സ്കൂളിൽ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. നമ്മളിവിടെ മൂത്തേടം പഞ്ചായത്ത് അറിയണ കാരപ്പുറം സ്കൂളിലാണ് രണ്ടാളും എന്ത് ചെയ്യണത്, വർക്ക് ചെയ്യണത്. താത്തി അലിയാക്കിയും ടീച്ചേഴ്സാണ് കേട്ടോ. പിന്നെ എൻ്റെ സിബ്ലിങ്സ് പറഞ്ഞു കൊടുക്ക്. എനിക്ക് 2 സിസ്റ്റേഴ്സാണ്. 2 ഒരാൾ 8th സ്റ്റാൻഡേർഡിലും ഒരാളിപ്പോൾ 2-3 ദിവസം മുന്നേ കോയമ്പത്തൂർ കൊണ്ടുപോയി ജോയിൻ ചെയ്യിപ്പിച്ച് വന്ന് മെഡിക്കൽ ഫീൽഡാണ്. മെഡിക്കൽ ഫീൽഡിന് തന്നെ ചേർന്നും ചെയ്തു അല്ലേ. ഫാസിൽക്ക സിസ് ജോബ് ഞാൻ പറഞ്ഞു. ഏജ് താത്താക്ക് എത്ര ഉണ്ടാവും ഇതിനേക്കാളും? ഒരു 4 വയസ്സിന് ഡിഫറൻസ് അല്ലേ ഞങ്ങൾ? 3 4 ഉണ്ടാവും. ഓക്കൊരു 32 വയസ്സൊക്കെ ഉണ്ടാവും. 31 അല്ലേ? 3 വയസ്സിൻ്റെ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. അത് താത്ത കേൾക്കണ്ട. ബ്ലോഗ് അപ്ലോഡ് ചെയ്ത് 5 രൂപയുടെ താത്ത വിളിച്ചാണ്. എടാ ഒന്നുകൂടെ വന്നോ, ഒന്നര തരൂ. അതൊക്കെ നേരത്തെ പറഞ്ഞോ. ആസ് എ ടീച്ചർ ഈ ജനറേഷനിലെ സ്റ്റുഡൻസിന് കൊടുക്കാനുള്ള മെസ്സേജ്. സുഹൃത്തുക്കളെ, മെസ്സേജ് അതായത് ഭയങ്കര ഇപ്പോഴത്തെ കുട്ടികളുടെ അങ്ങനെയല്ല, ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, റെസ്പെക്റ്റ് ഇല്ല. അതായത് ഒന്നാമത് അവർക്ക് പേടില്ല. ഇന്ന് വെള്ളിയാഴ്ച പള്ളിക്ക മൂലേര് ഇതിനെ പറ്റി സംസാരിച്ചില്ല. അതായത് മുതിർന്നവരെ കുട്ടികൾക്ക് ഇപ്പൊ പേടില്ല. കാരണം ഒന്നാമത് അടി കിട്ടണില്ല. ഇപ്പോൾ ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഒരു അധ്യാപിക ഒരു കുട്ടീനെ അടിച്ചാല് അത് വീട്ടിൽ പോയിട്ട് പറയും. അപ്പോൾ ഓൻ്റെ പേര് ഈ എന്തിനാണ് എൻ്റെ മോനെ തച്ചേ. അതായത് സാറുമാരെ പാരൻസിന് തന്നെ റെസ്പെക്റ്റ് ഇല്ലാത്തൊരവസ്ഥയാണ്. എന്നാൽ ചില പാരൻസ് ഉണ്ടേനും 2 കൊടുത്താലും വേണ്ടെന്നില്ല, കുട്ടി നന്നായി കിട്ടിയാൽ മതി എന്ന് പറയുന്ന ഇതുണ്ട്. റെസ്പെക്റ്റ് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? അതിപ്പോഴത്തെ കുട്ടികളെ റെസ്പെക്റ്റിൻ്റെ കുറവ്. ചിലപ്പോൾ നമ്മളൊക്കെ തന്നെ ഡാഡി അങ്ങനത്തെ ഒരു സംസാരമാണ് കുട്ടികൾക്കുള്ളത്. പിന്നെ ഇപ്പം എന്താ, ഇതിൽ 2 അഭിപ്രായമുള്ള ആളുകളുണ്ട്. അപ്പോൾ കുട്ടികളെ ഇതെന്താ വെച്ചാൽ 2 അഭിപ്രായമുള്ള ആളുകളുണ്ട്. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, ഞാൻ കുട്ടികളെ ഇന്നേ വരെ വടി കൊണ്ട് അടിക്കാത്ത ആളാട്ടോ. ഞാൻ ഇപ്പോൾ ഈ ഒരു അധ്യാപകൻ്റെ ജീവിതത്തിൽ 6ാമത്തെ വർഷമായിക്കാരത്. ഈ ദിവസം വരെ ഒരു കുട്ടീനെ ഞാൻ ചെയ്തിട്ടില്ല, അടിക്കേണ്ട പോലെ ഞാൻ അടിച്ചിട്ടില്ല. ഒന്ന് ജൽസ ടീച്ചറിൻ്റെ ജയാന ചെറിയൊരു അടി എടുത്ത് പോകാൻ ആകെ കരഞ്ഞ് സങ്കടമായി. എന്നിട്ട് ഓനെയും കൊണ്ട് ഞാൻ രാത്രി പോയി ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ എന്താണ് ആ ഒരു അടി എല്ലാം അടിച്ചിട്ടുള്ളൂ. പക്ഷെ ഓന് ഞാൻ എൻ്റെ അടുത്ത് നിന്ന് അടിയിട്ടില്ലോ എന്നുള്ളൊരു സങ്കടം, അതാണ് ഓന് പറ്റിയത്. അപ്പോൾ അതിന് ആ ഒരു ഇതല്ലാതെ ഞാൻ ഇന്ന് വരെ എന്തുണ്ടെങ്കിലും ഞാൻ കുട്ടികളെ തല്ലാൻ ഇഷ്ടപ്പെടാത്തല്ല. പക്ഷെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്താ വെച്ചാൽ, പിന്നെ അടി കിട്ടേണ്ടടുത്ത് അടി കിട്ടുന്ന വേണം. വേണ്ടേ? ഒരു കുട്ടി വളർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ അടി കിട്ടേണ്ട സ്ഥലത്ത് അടി കിട്ടുന്ന വേണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഇന്ന് പേരൻസിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ അടുത്തൊന്നും കിട്ടിയില്ലെങ്കിൽ നാളെ നാട്ടുകാരുടെ അടുത്തൊന്നും പോലീസുകാരുടെ അടുത്തൊന്നും കിട്ടേണ്ട അവസ്ഥയിലേക്ക് പോണ ആളുകളുണ്ട്. ചിലവർ പോകൂല, പക്ഷെ ചില ആളുകൾ പോകുന്നുണ്ട്. ആ പോണത് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ചില സാധനങ്ങൾ എനിക്കൊക്കെ ഇപ്പോൾ എൻ്റെ പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ, എനിക്ക് അടി കിട്ടിയ ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് അന്നടെ നിർത്തിയാണ് അവിടെ. പിന്നെ ഞാൻ ആ സാധനം ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല. എൻ്റെ വാപ്പാൻ്റെ അടുത്ത് നിനക്ക് അടി ഇട്ടിരിക്കണേ, താത്താനെ കടിയിട്ട്. അതായത് ഓളെ ഞാൻ എന്ത് ചെയ്ത് കുഞ്ഞിച്ചങ്ങോട്ട് നിർത്തിയിട്ട് ഈ മുട്ടും കൈ കൊണ്ട് കൊടുത്തൊരു കുത്ത്. അതായത് ഓൾറെഡി കുറച്ച് വേദന ഉണ്ടാവും. അന്നെന്താ വെച്ചാൽ നമ്മൾ ഈ സുരേഷ് ഗോപിൻ്റെ സിനിമ കണ്ടിട്ട് ഫുള്ള് ആ ഒരു മൂഡാണ്. അതിലങ്ങോട്ട് കുത്തിയിട്ട് ഓക്കാണെങ്കിൽ ഞാൻ പറയുമ്പോൾ ഓക്ക് അന്നത്തെ ഒരു അഭിനയത്തിന് അതായത് അഭിനയത്തിൻ്റെ ഫീൽഡിൽ ഏത് അവാർഡ് ഉണ്ടോ ടോപ്പ്, ആ അവാർഡ് കൊടുക്കണം എൻ്റെ അഭിപ്രായം. ഇതോള് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥകൾ പറയണം. അന്ന് അഭിനയിച്ചിട്ടില്ലായിരുന്നോ? ഇതിപ്പോൾ നേരിട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. താത്ത പറയണം അഭിനയിച്ചിട്ടില്ലായിരുന്നു. കാരണം അന്ന് എനിക്ക് വാപ്പാൻ്റെ അടുത്ത് കിട്ടിയായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്പം എന്നെ ഒറ്റ വട്ടം തല്ലിയിട്ടുള്ളൂ. ആ തല്ല് അതായത് അവിടെ പൂളക്കൊമ്പൊക്കെ കൊണ്ടുവന്ന് കുഴിച്ചിടാൻ വെച്ചിട്ടുണ്ടായിരുന്നു തൊടുവിൽ. അതുകൊണ്ടൊക്കെ അങ്ങോട്ട് അടിച്ചിട്ട് അതൊക്കെ പൊട്ടി ഇങ്ങനെ തെറിച്ച് ഒറ്റ അടി, 1 and only അടി, മറക്കൂല. ഇമ്മുനത് പിന്നെ ഡെയിലി കിട്ടും. അത് വിഷയമില്ല, അത് പിന്നെ നമ്മൾ അങ്ങനെ ഒരു ബന്ധമാണ്. അപ്പോൾ കുറേ അടിയിട്ടിരിക്കണം ചെറുപ്പത്തിൽ.
ഇപ്പോഴും ഇടയ്ക്ക് കിട്ടുട്ടോ. ചീത്ത വെച്ചെങ്കിലും അപ്പോൾ അത് ഈ കേൾക്കണ എത്ര ആൾക്കാർ കിട്ടിയിട്ടുണ്ടോ വാപ്പാൻ്റെ ഇമ്മേൻ്റെ അടുത്ത് നിന്ന്? എന്തപ്പോൾ അവനാൻ്റെ മക്കളൊന്ന് തച്ചെഴുതിയപ്പോൾ എന്താ പ്രശ്നം എന്നാണ് ഞാൻ ആ ഒരു ഇതിലാണ് കിട്ടേണ്ട കൊടുത്ത്, അല്ല വെറുതെ വന്ന് കൊട്ടിയിട്ട് പോവല്ല. അതിന് ഞാൻ തീരെ പ്രോത്സാഹിപ്പിക്കാത്ത ആളാണ്. ഇപ്പൊ താത്താരെ തന്നെ ഞാൻ ഒരു ദിവസം ഇപ്പൊ ഇങ്ങനെ പഠിക്കാത്തതിന് അങ്ങനൊന്നും അടിക്കണമെന്നൊന്നുമല്ല, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യണില്ല, മറ്റുള്ളവരെ ഫീലിങ്സിനാണ്, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള വേറൊരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുത്തുക അതിന് കൊടുക്കണം. അല്ലാതെ പഠിക്കാത്തതിനൊന്നും നല്ലതാണ് പറയുന്നത്. ഒറ്റൊന്നുണ്ട് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഓലക്കൊക്കെ അടിച്ച് വളർത്തണം എന്നാണ് പറയുന്നത്. അത് കുറച്ച് കൂടുതൽ റെസ്പെക്ട് ഇല്ലാത്ത കുട്ടികളെ ഇഷ്ടമില്ല. അപ്പൊ എന്താ വെച്ചാല് എന്റെ കുട്ടികളാണെങ്കിലും ഞാൻ നല്ല അതായത് ഇപ്പൊ നമ്മളെ മക്കള് സമൂഹത്തിന് തന്നെ ഭീഷണിയായിട്ട് വരിക കണ്ടാല് അവിടെ നമ്മൾ ഇടപെടണ്ടേ? അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിക്ക് തന്നെ ആ ആളെ കൊണ്ട് അതായത് കുട്ടികളാണെങ്കിൽ ആ ഒരു സൊസൈറ്റിക്ക് തന്നെ എന്താണ് കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ? ആരാണെങ്കിലൊക്കെ പറഞ്ഞു ഇഞ്ഞൊരു നോട്ടൊക്കെ നമ്മുടെ സൊസൈറ്റിക്ക് അപകടം വരുന്ന രൂപത്തിൽ മക്കൾ വളരാൻ പാടില്ല. അത് നമ്മുടെ സൊസൈറ്റിക്ക് മൊത്തത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ നാടിനും വീടിനും വീട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ വേണം മക്കൾ എന്ത് ചെയ്യാം വളർത്തിയെടുക്കാൻ. ഈ ഒരു കാര്യം എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. അത്ര ശ്രദ്ധിക്കാം. വേറെ എന്താണ് ജീവിതത്തിൽ ഏറ്റവും സങ്കടം ഉണ്ടായിട്ടുള്ള സമയം എപ്പോഴാണ്? എനിക്കൊരു അനുഭവം ഉണ്ടായിക്കണേ എൻ്റെ ജീവിതത്തിൽ. അതായത് ഞാൻ പഠിക്കണ സമയത്ത് ഇങ്ങനെ ഞങ്ങൾ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകും. ഞങ്ങൾ ചെക്കന്മാരെല്ലാവരും കൂടെ വേണ്ടി ജോലിക്കൊക്കെ പോകും. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് നിന്നീന സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ആ ഷോപ്പിൽ നിൽക്കണത് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഒരു വേറെ കൂട്ടുകാരനൊക്കെ ഉണ്ട്. അപ്പം ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഈ ലൈനിൽ പൈസ വാങ്ങാൻ വരുന്ന ആൾക്കാരുണ്ട്. അതായത് വണ്ടിക്കാർ വരും പൈസ വാങ്ങാൻ, ഓരോ സാധനങ്ങൾ ഇറക്കണമല്ലേ. അപ്പം ഞാനവിടെ ചെന്ന് പുതിയത് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അപ്പം മേശയിൽ പൈസ ഉണ്ട്, കടയത്തെ മേശയിൽ പൈസ കെട്ട് കണക്കിന് പൈസ ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്ത്, പിന്നെ ആ ലൈനിൽ വന്ന ആളിനോട് പറഞ്ഞാൽ ഞാൻ ബില്ല് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബില്ലൊന്നും കൊടുക്കാനില്ല, എനിക്കറിയില്ല ഇനി അത്. അയാളിനോട് പറഞ്ഞ് ബില്ല് തന്നു. അപ്പം ഞാൻ ചോദിച്ചു പൈസ തരാമല്ലാന്ന് ചോദിച്ചു. എന്നും ഇത് ഫുള്ള് തരലുണ്ട് ചോദിച്ചു. ആ തരലുണ്ട് പറഞ്ഞു അയാളിനോട്. ഫുള്ള് നിങ്ങളിപ്പോൾ തന്നെ ക്ലിയർ ചെയ്യണം. അപ്പം നല്ലൊരു സംഖ്യ ഉണ്ട്, ഏകദേശം ഒരു 30,000-35,000 ഉറുപ്പിക ഉണ്ട് അത്. അപ്പം ഈ ലൈനിൽ വരുന്ന ആൾക്കാരെ കടക്കാർ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യല് വെച്ചാൽ ഫുള്ള് പൈസ കൊടുക്കൂല. കാരണം ഒരു കുറച്ച് പൈസ എപ്പോഴും ഇങ്ങനെ പെൻഡിങ് നിർത്തും, അതിൻ്റെ ഒരു ഡീലിങ്സിന് വേണ്ടിയിട്ട്. അപ്പം ഞാനാണെങ്കിൽ 30,000 ഫുള്ള് മേശിൽ നിന്ന് പൈസ എത്ര കൊടുത്ത്. അതിൽ അന്നവിടെ ഉണ്ട് ഒരു മാനേജർ ഉണ്ട്. ആ മാനേജർ വന്നാണ്ട് എന്നോട് എന്ത് ചെയ്തു, അങ്ങോട്ട് ഷൗട്ട് ചെയ്ത്. അത് എനിക്ക് ഭയങ്കരമായിട്ട്, അതായത് എൻ്റെ ജീവിതത്തിൽ അതായത് നമ്മൾ വേറെ സ്ഥലത്ത് പണിയെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും നമ്മൾ വേറൊരാളെ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യണം, പണിയെടുക്കണം. അപ്പോഴേ നമ്മൾ പിന്നെ അതിൽ നിന്ന് മാറുമ്പോഴും ഒക്കെ നമുക്ക് അതിൻ്റെ ഒരു തരുള്ളൂ. അത് ഇന്നും എൻ്റെ മനസ്സിൽ അല്ല. ഞാൻ എന്താ വെച്ചാൽ അതിന് നമുക്ക് കുറേ അനുഭവങ്ങൾ കിട്ടാൻ കഴിയും, അതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ അങ്ങനെ വേറെ ഇതിൽ പോയി കണ്ട് അങ്ങനെ അടിമയിൽ നിൽക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ നമുക്ക് അതിൽ നിന്ന് കുറച്ച് അനുഭവങ്ങൾ കിട്ടും. നമ്മളിനി എത്ര പൈസ ഇല്ലാണെങ്കിലും നമ്മളെ മക്കളെയൊക്കെ വളർത്തുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓരോ സ്വന്തം ഇടയ്ക്ക് ചെറിയ ചെറിയ ജോലിക്കൊക്കെ വിടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം. ഞാനൊക്കെ തന്നെ കോളേജ് പഠിക്കുമ്പോൾ ഫുള്ള് ഞങ്ങൾ ടീമായിട്ട് എല്ലാവരും കാറ്ററിങ്ങിന് പോകും. അതായത് അത് ആ ഒരു രസത്തിനും അതേപോലെ ആ ഒരു വൈബിനും പിന്നെ നമ്മളതായ സ്വയം വട്ടച്ചെലവുകൾക്കുള്ള പൈസ കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ടാണ് അത്. അപ്പോൾ ഞങ്ങളങ്ങനെ കമ്പനി കൂടി ഞങ്ങൾ എത്ര ദൂരത്തൊക്കെ ഞങ്ങൾ പോയിക്കണേ കാറ്ററിങ്ങിന് പോയിക്കണേ. അപ്പം എന്താ വെച്ചാൽ അതിനൊക്കെ നമുക്ക് കിട്ടുന്ന കുറേ പാഠങ്ങളുണ്ട്. അപ്പം അന്ന് കിട്ടിയ ചീത്ത. പക്ഷേ കമ്പനീൻ്റെ മുതലാളി, ഒരു കമ്പനീൻ്റെ മുതലാളി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഞാൻ പഠിച്ചൊരു മനുഷ്യനാണത്. ഞാൻ ആളെ പേരൊന്നും പറയില്ല. മൂപ്പര് വന്നിട്ട് കൂളായിട്ട് എന്നോട് അത് സാരല്ല, അത് പോട്ടെ, അത് പോട്ടെ, അത് സാരല്ല, അത് ഓഞ്ഞങ്ങനെ ഡീൽ ചെയ്തോളൂ, ഇനി ശ്രദ്ധിച്ചാൽ മതിയൊക്കെ പറഞ്ഞാണ്ട് ഇന്നും കെട്ടി എന്താ ഇത്. എനിക്ക് ആ മനുഷ്യനോടുള്ള സ്നേഹം ബഹുമാനം ഇന്നും എൻ്റെ ഉള്ളിലുണ്ട്. ആരാ ഞാൻ പറയണില്ല, ഞാൻ എന്തെങ്കിലും ഒരു ദിവസം അപ്പം എന്താ വെച്ചാൽ ആ സ്റ്റാഫ് ആരാന്ന് എല്ലാവരും അറിയും, ഒക്കെ അറിയും. അപ്പം എന്താ വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ പറയാത്തോട്ടോ. അല്ല ആ ആളെ പറയാനല്ലോ മറ്റോട്ടല്ലോ. ആ ആളെ ഇന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ആളാണ്, ഇന്നെ കുറേ ഹെൽപ്പ് ചെയ്തിക്കണ്, അങ്ങനത്തെ ഒരാളാണത്. അപ്പോൾ മൂപ്പര് നല്ല കൂളായിട്ട് ആ സിറ്റുവേഷൻ എന്ത് ചെയ്ത് ഇന്നങ്ങോട്ട് കൂളാക്കി. കാരണം മൂപ്പരെ പൈസ എടുത്ത് കൊടുത്തിക്കണത് മാനേജർ ചെയ്ത് പറഞ്ഞാലും. പക്ഷെ ആ ആളവിടെ ഇടപെട്ടിട്ട് ഇന്നെന്ത് ചെയ്തു, ഇന്ന ഒരു അപ്പം തന്നെ നമുക്കൊരു സമാധാനമാണ്. അത് ഡീൽ ചെയ്യുന്നുള്ള ഒരു മുതലാളി, ഒരു കമ്പനീൻ്റെ മുതലാളി എങ്ങനെയാണെന്ന് ഞാൻ മാതൃകയാക്കുന്ന ഒരാളാട്ടോ മൂപ്പര്. എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു നല്ലതും ചീത്തതുമായ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചത്. ചീത്ത ഇപ്പം ഞാൻ പറഞ്ഞു. നല്ലതെന്ന് പറഞ്ഞാൽ എന്താണ്, കുറേ നല്ല അനുഭവങ്ങളുണ്ട് അല്ലേ നമ്മുടെ ജീവിതത്തിൽ. എല്ലാവർക്കും ഉണ്ടാകും കുറേ നല്ല അനുഭവങ്ങൾ. അപ്പോൾ എനിക്ക് അങ്ങനെ എണ്ണി പറയാൻ എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ട്.
അപ്പോൾ ഞാൻ അയക്ക് അങ്ങനെ ഒരു കടക്കണില്ല. എന്നാലും ഒന്ന് പറയാം, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോനെ കാണുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അന്ന് അനു ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, ഞങ്ങൾ രണ്ടാളാണ് ഒരുമിച്ചാണ് കളിക്ക് പോയത്. അതായത് ഓരോരുത്തർക്കും ഒരു ആഗ്രഹം. ഞാൻ അത്രയും കളി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ആ ഒരു വ്യക്തിനെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ അതിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ലൊരു അനുഭവമാണ്. അടുത്ത ചോദ്യം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഈച്ചു അഫി, ഒക്കെ നമ്മൾ പറഞ്ഞു. ഈച്ചു പിന്നെ പറയണ്ടല്ലോ അല്ലേ, നമ്മൾ ഓലെല്ലാവരും ഇപ്പോൾ അഫീൻ്റെ പോലെ തന്നെയാണ് നമ്മൾ ഈച്ചുവിനെയും കാണുന്നത്. നമ്മളായിട്ട് ഭയങ്കര ഒരു പ്രത്യേക ബന്ധമാണ്, ആ ഒരു സ്നേഹം ഇതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ രീതിയിലാണ് ഞങ്ങളെല്ലാവരും പോകണം കേട്ടോ. അടുത്ത ചോദ്യം. പോയി ഇനി മാഷിനെ എങ്ങോട്ട് പോകാനാണ് ആഗ്രഹം, പോയി കണ്ടതിൽ കൂടുതൽ ഇഷ്ടമായ പ്ലേസ്, പിന്നെ മാഷിൻ്റെ ആ ചിരി, മുഞ്ചിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അതൊക്കെ പിന്നെ എന്താ ചെയ്യുക. ഒറ്റ ചോദ്യം, ശരിക്കും നിങ്ങൾ ആരാണ്? ആരാടാ ചോദിച്ചിട്ട്? ഏതോ ഒരു പേജാണ്. ശരിക്കും ഞാനാരാന്ന് അങ്ങനത്തെ അതിന് എന്താ മറുപടി അറിയാം? എനിക്ക് മറുപടി ഇല്ലട്ടോ അതിനൊന്നും. അച്ചുവിനെയും ലിയനെയും കുറിച്ച് എന്താണ് പറയുള്ളത്? അച്ചുവിനെയും ലിയനെയും കുറിച്ചെന്ന് മാത്രമല്ല, ക്യൂട്ട് കപ്പിൾസാണ് ഓലെന്ന് മാത്രമല്ല, എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഓലെ. ഇനിയിപ്പോൾ കുറേ ആളുകളെ കല്യാണം കഴിഞ്ഞിട്ടില്ല, കുറേ ആൾക്കാർക്ക് കഴിഞ്ഞിരിക്കണേ, അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഓലെ ഫാമിലിയൊക്കെ ആയിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കണ ആ ഒരു സാധനം ഇങ്ങനെ മരിച്ചോളം കാണണം എന്നുള്ള ആഗ്രഹമുള്ളതാണ് ഞാൻ. അത് അങ്ങനെ കാണാനല്ല, വിധി എനിക്ക് ഉണ്ടാവട്ടെ, പടച്ചോനുള്ള വിധി തരട്ടെ, അതിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാതാവുക. അപ്പം അല്ലേ, ഭയങ്കര ഞാൻ ഓരോട് തന്നെ അങ്ങോട്ട് പറയലുണ്ട്, അത് മരിച്ചണ വരെ നിങ്ങളെല്ലാവരും എനിക്ക് ഇതേപോലെ കാണണം കേട്ടോ. ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയലുണ്ട് എൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവരും, ഓല ഫാമിലി ആയിട്ട് തന്നെ എനിക്ക് ഓല അതേപോലെ കാണണം. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കേട്ടോ. അത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം അനുവാണ്. ഞാൻ പറഞ്ഞില്ലേ, അനുവാണ് എന്നെ കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിപ്പിച്ചത്. ഓഞ്ഞോട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ തൊള്ളിയും വിട്ട് ഇങ്ങനെ അതിലും ഇതിൽ നടക്കണ്ടല്ലോ, ആ നേരെ ഈ യൂട്യൂബിൽ 4 തൊള്ള വിട്ടൊക്കെ ആൾക്കാർ അതിലും കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓനാണ് എന്നെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചത്, യൂട്യൂബ് ചാനൽ തുടങ്ങിപ്പിച്ചോ. അതിലൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, നിങ്ങൾ നിശ്വത്താനം മതി ഓളെനിക്ക് ചേരുമെന്ന് മനസ്സിലായ നിമിഷം ഇതിനൊക്കെ എന്താ മറുപടി പറയാ? ഇതൊക്കെ ഭയങ്കര ഇങ്ങനത്തെ ചോദ്യം എന്തെങ്കിലും പറയാ. ഇതിനൊക്കെ ഞാനോട് മറുപടി പറഞ്ഞാണല്ലോ. അതായത് ഞാൻ അവളോട് സംസാരിച്ചില്ലേ, കാണാൻ ചെന്നാൽ ഞാൻ അവളോട് സംസാരിച്ച് അതായി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഓളെ എൻ്റെ അതേ വൈബിനോട് ഒത്ത് എനിക്ക് തോന്നി, ഓക്കും അങ്ങനെ തോന്നിയാണ്. ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും താല്പര്യക്കമ്മി ഉണ്ടെങ്കിൽ ഇജ്ജ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യരുത്, എൻ്റെ വീട്ടിൽ ഇജ്ജ് പറയണം, നമ്മൾ ജസ്റ്റ് കാണാൻ വന്നിട്ടല്ലേ ഉള്ളൂ, അത് അങ്ങനെ നമുക്ക് അങ്ങനെ പിരിഞ്ഞു പോയിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ അങ്ങനെ അന്ന് സംസാരിച്ചില്ലേ, സംസാരിച്ച്. അതായത് ഞാൻ പറഞ്ഞത് എനക്കും ഇജ്ജ് പറഞ്ഞത് എനിക്കും ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്കിത് പ്രൊസീഡ് ചെയ്യാം. സഡൻ പെട്ടെന്ന്. അപ്പോൾ പിന്നെ ഞാൻ പക്ഷേ ഇല്ല സമയം കൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞിരിക്കണം ഓളോട്, അതേമാതിരി ഓൾ ഇഞ്ഞോടും പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആണെങ്കിൽ മാത്രം, ഞാൻ പറഞ്ഞതുകൊണ്ടൊക്കെ മുഴുവൻ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇത് വീട്ടിൽ സമ്മതിച്ചാൽ മതിട്ടോ എന്ന് ഞങ്ങളോട് തീർത്ത് പറഞ്ഞു ചെയ്ത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഓള് പറഞ്ഞ് എനിക്ക് എല്ലാം ഓക്കെയാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ ഓക്കെ പറയണ്ട, ആലോചിച്ചോ, ഹനാൻ ഓർ റൊണാൾഡോ. ടാസ്ക് ക്വസ്റ്റ്യൻ. രണ്ടാളും എനിക്കിഷ്ടമാണ്. ഹനാനെ എനിക്കിഷ്ടമാണ്, റൊണാൾഡോനെ ഹനാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ റൊണാൾഡോനെ എങ്ങനെ അപ്പൊ ഞാൻ വല്ല മുങ്ങും ഇപ്പോൾ ഇങ്ങോട്ട് വെച്ചു, ഇന്നയാണോ ഞാനാണോ ഇഷ്ടം ചോദിച്ചു. ഇടക്കിടക്ക് വെറുതെ ചോദിച്ചിട്ടോ, എന്നെ വെറുതെ ഇതാക്കാൻ വേണ്ടി. ഇതിപ്പോൾ എന്താ വെച്ചാൽ അന്ന് അനു ഇല്ലോണ്ടാണ് എനിക്ക് റൊണാൾഡോനെ ഒന്ന് കാണാൻ പറ്റിയത് കേട്ടോ. ഓൻ അന്നവിടെ ഖത്തറിലുണ്ട്. ഓക്കെ, എനിക്ക് പറയാനുള്ളത് ഒരു അഡ്വൈസാണ്, നെശ്വയും കൊണ്ട് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണം. നാളെ ഓളെ വീട്ടിലിട്ട് അങ്ങനെ പോകണ്ട. ഒരു താത്തയാണ് ഫാത്തിമ സുഹൈല. അതിനെ പറ്റി പ്രശ്നം എന്താ അറിയോ, ഇപ്പൊ ഒരു 3-4 മാക്സിമം അത്ര ദിവസത്തെ ട്രിപ്പൊക്കെ എനിക്ക് ഓക്കെയാണ്. അല്ലാതെ ഇവർ പോകുന്നവർക്ക് ഒരു മാസം അങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ട്രിപ്പ്. അതേമാതിരിക്ക് ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് എനിക്ക് അഡ്ജസ്റ്റ് ആയാൽ, അതിപ്പോൾ വീട്ടിലിപ്പോൾ ഒരു റൂമിൽ ഞാൻ എൻ്റെതെല്ലാം സെറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് ഏറ്റവും കംഫർട്ട് അവിടെയാണ്. അവിടുന്ന് പുറത്ത് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഗതികേടാണ് ഒന്നാമത്. അതാണ്. അപ്പോൾ ഓളോട് ഞാൻ പറയലുണ്ട്, ഓൾ തന്നെ ഫുൾ സപ്പോർട്ട് ഇട്ടോ, ഞാൻ ചെയ്യണ ഓരോ യാത്രക്കും ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ ഓള് പറയലുണ്ട്, എനിക്ക് ആഗ്രഹമുള്ള സമയത്ത് ഞാൻ പറയണ്ട, അപ്പം എന്നെ കൊണ്ടുപോയാൽ മതി, അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അവസരമൊക്കെ നിങ്ങൾ പോയിക്കോളി കണ്ടോളി പറഞ്ഞിട്ടാണ് ഇന്ന ഓരോ സ്ഥലത്തേക്ക് ഓള് വിടൽ കേട്ടോ. അപ്പോൾ ഈ കമൻറ്റ് ഞാൻ വേറെ ഏതൊക്കെ ഞാൻ ട്രിപ്പ് പോകണ ഇതിലൊക്കെ കാണലുണ്ട്, ഇങ്ങനെ ഈ കമൻറ്റ് ഇട്ടാലേ. അപ്പോൾ അതാണ് അതിൻ്റെ സത്യാവസ്ഥ കേട്ടോ.
സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ ചോദിച്ച Q&Aയിലുള്ള നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ഉത്തരം പറഞ്ഞു തന്നിക്കണേ. ഇനി കുറച്ചും കൂടി ചോദ്യങ്ങളുണ്ട്, അത് നമ്മൾ വേറെ വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ പറഞ്ഞ ഉത്തരത്തിലൊക്കെ തൃപ്തരാന്ന് വിചാരിക്കണേ. ഇതിന്റെ അടിയിൽ ക്വസ്റ്റ്യൻസ് ഇട്ടോളൂ എന്തെങ്കിലും ചോദിക്കാൻ. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ ക്വസ്റ്റ്യൻസ് ഇട്ടോളി, നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യേണ്ടത് പറയണ്ടേ. നമ്മളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചതിനൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണേ ഉത്തരം പറഞ്ഞു തന്നിരിക്കണം കേട്ടോ. അല്ലാതെ ആക്റ്റീവ് അല്ലാത്തത് എന്താ സംസാരിക്കാത്തത്, നെശ്വക്ക് എന്താ സംസാരിക്കാൻ അവസരം കൊടുക്കുക, അങ്ങനത്തെ ഒന്നും ചോദിക്കരുത് കേട്ടോ. എനിക്ക് ഉള്ളിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ കൂടുതൽ പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട. നെശ്വ നിങ്ങൾ പരിഗണിക്കണില്ല, അങ്ങനത്തെ ഒരു സംഭവം ഒന്നും വേണ്ട കേട്ടോ. ഞാൻ പരിഗണിക്കില്ല. അങ്ങനെയല്ല, കുറേ കമന്റ്സിൽ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ നെശ്വക്ക് അവസരം കൊടുത്തില്ല, അങ്ങനെ കൊടുത്തില്ല. നെശ്വക്ക് നല്ല അവസരം തരുന്നുണ്ട്, നെശ്വ നല്ലോണം പരിഗണിക്കണമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ അത്രേ പറയാമല്ലോ കേട്ടോ. എന്താ വെച്ചാൽ ഇത് സംബന്ധം തരോ, ഞാൻ നല്ലോണം നിൽക്കാതെ വർത്തനം പറയുന്ന ആളുമാണ്. ഓൾ ആവശ്യത്തിന് വർത്തനം പറയുന്ന ആളാണ്, ആവശ്യത്തിന് പറയും. ഞാൻ ബാസിൽ ഖാനോടല്ലോ സംസാരിക്കും, അറിയുന്നവരോട് ഞാനല്ലോ. എന്നോടും അതേമാതിരി ഓൾ അത്രയും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് നല്ലോണം വർത്തനം പറയും. അല്ലാത്തവരോട് ഓളിങ്ങനെ ഒരു ഇത് വെച്ചാൽ അത് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ വരുന്നവരെ മരണം പറയാൻ പറ്റുമോ? സംസാരിക്കുക അങ്ങനെയൊന്നും എനിക്ക് ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ Q&A ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത Q&A ആയിട്ട് നമ്മൾ വീണ്ടും വരണം. ബൈ ബൈ.